നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. പുതിയ നിയമത്തിൽ 3 അധ്യായങ്ങൾ യേശുവിൻ്റെ വരവിനെ കുറിക്കുന്ന അധ്യായങ്ങളാണ്. അവ യഥാക്രമം മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21. 24, 13, 21 എന്നീ 3 അധ്യായങ്ങളെ യഥാക്രമം യഹൂദൻ്റെ മുപ്പിരിച്ചരട് അല്ലെങ്കിൽ യഹൂദിയ അധ്യായങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഈ അധ്യായങ്ങളിലും പഴയ പുതിയ നിയമത്തിൻ്റെ നിരവധി പേജുകളിൽ ചിതറി വിതറി കിടക്കുന്ന 150-ലേറെ ലക്ഷണങ്ങളിൽ സഭയുമായിട്ടും ലോകവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലക്ഷണം, ആ 150 ലക്ഷണവും ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വെളിയിൽ ഉണ്ട്. അതിൽ ഒരു ലക്ഷണം മാത്രമാണ് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. അപ്പോൾ എന്താണ് നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. യേശുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണത്തിൻ്റെ 4 ഉപവകുപ്പുകളാണ് ഞാനീ പറയുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ജനമോൻ പാസ്റ്റർ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, യേശുക്രിസ്തു വരാറായി എന്നുള്ളത്. സ്തോത്രം. യേശു വരാറായി എന്ന് ഞാൻ പറഞ്ഞിട്ട് EP മാത്യു പാസ്റ്റർ അല്ലാതെ വേറെ ഒരാളും ഒരു സ്തോത്രം പറഞ്ഞില്ല. എൻ്റെ ചിന്ത, ഈ പ്രദേശത്തൊന്നും അങ്ങനെ സ്തോത്രം പറയാൻ സാധ്യതയില്ല. കാരണം റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യത്തിന് റബ്ബറും തെങ്ങും അടയ്ക്കാമരും എല്ലാം കാണുമായിരിക്കും. പിന്നെ ഒന്നും പച്ച പിടിക്കാത്ത കാലത്ത് നിന്ന് പിള്ളേരെല്ലാം വിദേശത്ത് പോയി മാസം തോറും 1-2 ലക്ഷം രൂപയൊക്കെ വരാൻ തുടങ്ങിയ ഒരു കാലമായതുകൊണ്ട് ഒരു നിലയിലും അല്ലാത്തവർ 2 നില വീടൊക്കെ പണിത് ഒരുമാതിരി ഒരു മാരുതിക്കകത്തൊക്കെ ജീവിച്ചവർ ഫോർച്യൂണറൊക്കെ ബുക്ക് ചെയ്ത് വളരെ ആശയോടെ ഇങ്ങനെ വിദേശത്തേക്കൊക്കെ പറക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പാസ്റ്റർ ചങ്കി കുത്തുന്ന വർത്തമാനം പറയുന്നത് യേശുക്രിസ്തു വരാൻ പോവുകയാണെന്ന്. എല്ലാ കാലത്തും ഒരു ശേഷിപ്പുണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഇതിനകത്തും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങളാണ് സംഭവിച്ചത്. അവിടെ തന്നെ 2 കാര്യങ്ങൾ അക്ഷരീകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ ആശയപരമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. എന്താ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 1, തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലമായിരുന്നു. രണ്ടാമത്തേത് അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്, ഇഷ്ടമുള്ളവരെ വിവാഹം കഴിച്ച ഒരു കാലമായിരുന്നു. ഈ 2 ചിന്തകൾ അവിടെ എഴുതിയിട്ടുണ്ട്. 2 ചിന്തകൾ നമ്മൾ ആശയപരമായിട്ടെടുക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നോഹ ദീർഘമായി പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ആളുകൾ കേട്ടതല്ലാതെ ഒരാൾ പോലും അത് അംഗീകരിക്കുകയോ അതനുസരിച്ച് വിശ്വസിക്കുകയോ പെട്ടകത്തിൽ കയറുകയോ ചെയ്തില്ല. അതാണ് സുവിശേഷ പ്രസംഗം ശ്രദ്ധിക്കാത്ത ഒരു തലമുറ. അതാണ് മൂന്നാമത്തെ ചിന്ത. 4-മത്തേത് വളരെ ആവേശം പകർന്ന ചിന്തയാണ്. ആര് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും നോഹ പ്രസംഗിച്ചത് സംഭവിച്ചു. പെട്ടകം അരരാത്തിൻ്റെ മുകളിലെത്തി. ഈ 4 കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. 1, നോഹയുടെ കാലഘട്ടത്തിൻ്റെ 4 സവിശേഷതകളിൽ 1, തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു. 2, ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുന്ന ഒരു സമയമായിരുന്നു. 3-മത്തേത് സുവിശേഷ പ്രസംഗം ആരും ശ്രദ്ധിച്ചില്ല. 4-മത്തേത് ഇതൊക്കെയാണെങ്കിലും നോഹ പ്രസംഗിച്ചത് സംഭവിച്ചു. പെട്ടകം അരരാത്തിൻ്റെ മുകളിൽ എത്തി. ഈ 4 കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് ക്രമമനുസരിച്ച് ഒന്ന് മുന്നോട്ട് പോകാം. 1-മത്തെ കാര്യത്തിലേക്ക് വരാം. തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലമായിരുന്നു. വേറെ വേദഭാഗത്തുള്ള ആശയങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ ആ വാക്കുകൾക്ക് നീളം കൂടും. അതെങ്ങനെയാണ്? വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലമായിരുന്നു. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമ്മളത് കാണുന്നില്ല. വേറെ ഭാഗം നിന്നൊക്കെ കടമെടുത്തതാണ്. അപ്പോൾ ഈ വിറ്റും നട്ടും എന്നുള്ളത് എങ്ങനെയാണ് ആ പദാവലി വന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഇരുത്തം വന്ന കാലഘട്ടത്തിൻ്റെ ഒരു പദാവലിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഇവിടെ
പിന്നെ നട്ടതിന് ശേഷം വിൽക്കുക എന്നൊരു പദം കൊടുത്ത് നമ്മൾ പറയുന്നില്ല, മറിച്ച് വിറ്റും നട്ടും. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, എല്ലാം കീഴ്മേലും മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രകൃതവും പണ്ടത്തെ പ്രകൃതം എന്താണെന്നറിയാമല്ലോ. പണ്ടൊക്കെ നടുന്നവരാണ് കൂടുതൽ, ഇല്ലേ? ഈ റബ്ബറൊക്കെ ആര് വെച്ചതാ? നമ്മുടെ കാരണന്മാർ വെച്ചത്. തെങ്ങൊക്കെ ആര് വെച്ചതാ? കാരണന്മാർ വെച്ചതാ. ഇങ്ങേയറ്റം സഭ പോലും ആരാ പണിത് ഉണ്ടാക്കിയത്? കാരണന്മാരാ. അപ്പം നടാൻ ഒരു കൂട്ടരുണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് നടാനൊന്നും വലിയ താല്പര്യമില്ല. പിന്നെന്തോ താല്പര്യം? വിൽക്കാനാണ് താല്പര്യം. അങ്ങനെ അവർ ആകുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അതിനകത്ത് വരത്തില്ലല്ലോ. ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഈ 3-4 ഏക്കറൊക്കെ ഉള്ള ആളുകൾ അവരിങ്ങനെ ഒന്നും ആർക്കും കൊടുക്കാതെ, ഏക്കറൊക്കെ ഉണ്ട് പക്ഷേ കയ്യിൽ കാശൊന്നുമില്ല, അങ്ങനെ അതിൻ്റെയൊക്കെ പുറകെ നടക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇതിന് മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ കെ മാത്യു പാസ്റ്റർ ഇവാഞ്ചലിസത്തിൻ്റെ ക്ലാസ് ഞങ്ങളുടെ കോളേജിൽ കഴിഞ്ഞ വർഷം എടുത്തു, ഈ വർഷം എടുക്കുന്നുണ്ട്. സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടാകും. ഭാരതത്തിലുള്ള എല്ലാവരും എൻ്റെ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ? ഓർമ്മയില്ലേ? സഹോദരി സഹോദരന്മാരാണ്. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുമുള്ള സഹോദരി സഹോദരന്മാരെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ ഒന്ന് കൈവക്കാമോ? ആരുമില്ല. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന വെച്ചാൽ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ചെറുപ്പത്തിലേ എടുത്തൊരു പ്രതിജ്ഞയാണ്, ഭാരതത്തിലുള്ള എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. സ്വന്തം കൂടപ്പുറപ്പുകളെ അവർ രക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യമില്ലൊന്നും കാണണ്ടായോ? അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ചലഞ്ച്, ഏതായാലും ഇത്തരം പ്രായമൊക്കെ ആയി എന്നാലും പറയുകയാണ്, മരിക്കുന്നതിന് മുൻപ് ഈ ജനിച്ച രാജ്യത്തിലുള്ള എല്ലാ സംസ്ഥാനത്തും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്ന് പോയി യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറുക. അവിടെയുള്ള യേശുവിനെ ഒന്ന് പ്രസംഗിക്കുക. സാക്ഷ്യം പറഞ്ഞാൽ മതി, പോയാൽ മതി. അതെങ്കിലും ഇപ്പം നിങ്ങൾ പറയാതിരിക്കും, ഭാഷ ഇനി അതിനൊന്നും സമയമില്ല. ആയ കാലത്ത് എന്തോ ചെയ്തെന്നായി ചോദിക്കുന്നത്. ആയ കാലത്ത് എന്തോ ചെയ്തു? ഞാൻ ഈ സത്യം മനസ്സിലാക്കിയപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി നമുക്ക് മരിക്കുന്നതിന് മുൻപ് 2-3 കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഒന്ന്, ഈ യേശു ഇത്രയും നല്ലവനാണ് എന്ന് പറയുകയും ആ നല്ല ദൈവത്തെ ഞാൻ ജനിച്ച രാജ്യത്ത് പോലും ഒന്ന് പറയാതിരിക്കുകയും ചെയ്യുന്നത് എത്ര മോശമാണ്. അതുകൊണ്ട് പൈസ ഉണ്ടാക്കിക്കോ, പോകാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത്, ഏറ്റവും ഒടുവിൽ പോയത് കേന്ദ്രഭരണ പ്രദേശമായ ഡാമൻ, ഡിയു തുടങ്ങിയ പ്രദേശങ്ങളാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു 10-18 വർഷം കൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി. ഞങ്ങളുടെ പിള്ളേരും ചില സ്ഥലത്ത് പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ യേശുവിനെ പ്രസംഗിച്ചു. ഇനി ഞങ്ങൾ പോകാനുള്ളത് ലക്ഷദ്വീപ് മാത്രമാണ്. കർത്താവ് സഹായിച്ചാൽ ഈ ഒക്ടോബറിൽ ലക്ഷദ്വീപിന് പോകും. അങ്ങനെ ഞങ്ങളുടെ ഛത്തീസ്ഗഡ് യാത്രയിൽ പരിചയപ്പെട്ട ഒരു കർത്തൃദാസനാണ് ഷിജി തോമസ് പാസ്റ്റർ. അവിടെയാണ് ഞങ്ങൾ താമസിച്ചതും ഞങ്ങൾ ആഹാരം കഴിച്ചതും. അന്ന് മുതൽ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഞങ്ങൾ വന്നു. തന്നെയുമല്ല, അഗപ്പെ ഗോസ്ബൽ മിഷൻ്റെ ഈ വർഷത്തെ വിദ്യാർത്ഥികളായിട്ട് അവർ 2 പേരും ജോയിൻ ചെയ്യുകയും ചെയ്തു. ശാരീരികമായിട്ട് കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് അടുത്ത മാസം മുതലേ വരാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ വരവിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ആളുകളോട് പറയുന്നത്, നമ്മൾ ഇതെല്ലാം കൂട്ടിവെച്ചത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആർക്കാണ്? എൻ്റെ അപ്പൻ്റെ അപ്പൻ ഭയങ്കര പിശുക്കനായിരുന്നു. ആർക്കും 10 പൈസ കൊടുക്കുകയില്ല. ഈ പിശുക്കൻ്റെ മക്കൾ ആരായി തീരുമെന്നറിയാമോ? ധാരാളിയാകും. പിശുക്കൻ്റെ മക്കൾ ആരാകും? ധാരാളിയാകും. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയില്ല. ഇതുവരെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് കഴിക്കാത്തവരുണ്ട്, അൽഫാമും കുഴിമന്തിയൊക്കെ കഴിക്കാത്തവരുണ്ട്, ഉണ്ടംപൊരി നാരങ്ങയുള്ള മാത്രം കൂടി ജീവിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ പിള്ളേർക്ക് ഈ ഉണ്ടംപൊരിയൊന്നും വേണ്ട. വേണോ? എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ബോണ്ട. എൻ്റെ വീട്ടിലോട്ട് വരുന്നവരെല്ലാം ബോണ്ട മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം എൻ്റെ പിള്ളേർ പറയും, ഈ പാപ്പയ്ക്ക് പപ്സെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു ചുരുങ്ങിയ പക്ഷം എന്നവർ പറയാറുണ്ട്. അപ്പോൾ അവർക്കൊന്നും വേണ്ട. അവർ 80 രൂപയ്ക്ക് 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ 250 രൂപയ്ക്കൊക്കെ ഉള്ള സംഭവമാണ് അവർ കഴിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ ഒരു 250 രൂപയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ പിള്ളേരൊക്കെ 2000-ന് മീതെ 1000-ന് മീതെ ഒരുമിച്ചിരുന്ന് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്.
നമ്മൾ ടിപ്പ് പോലും കൊടുക്കുന്നത് ചിലപ്പോൾ 5 രൂപയും 10 രൂപയായിരിക്കും. പിള്ളേർ 100 രൂപയിൽ കുറഞ്ഞ ടിപ്പ് കൊടുക്കാറില്ല. ഇതൊക്കെയാണെങ്കിലും ഞാൻ പിള്ളേരോട് ചോദിക്കാറുണ്ട്, മക്കളെ 2000 രൂപയുടെ ഹോട്ടലിലെ ബില്ല് മാറാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ടിപ്പ് കൊടുക്കാനായിട്ട് 100 രൂപ കുറവായി പോയി എന്നും പറഞ്ഞ് 150 രൂപ ടിപ്പ് കൊടുക്കാൻ നിങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഞാൻ ചോദിക്കട്ടെ, 2000-ൻ്റെ നോട്ട് കയ്യിൽ വന്നവരും കണ്ടവരും കിട്ടിയവരും ഒരു കരമൊന്ന് ഉയർത്താമോ? കണ്ടിട്ടുണ്ടോ എന്നറിയാനാണ്. 2000 അതുപോലും കണ്ടിട്ട്, അതാ ഈ നാടിൻ്റെ പ്രശ്നം. ഇതൊരു ഉൾപ്രദേശമായിട്ട് 2000 പോലും കാണാത്തവരാണ് ഈ ഇരിക്കുന്നവർ. ഒന്നുകൂടെ ചോദിക്കുക, ചോദ്യം അറിഞ്ഞോന്നറിയില്ല. 2000 കയ്യിൽ കിട്ടിയവരും കൈകാര്യം ചെയ്തവരും ഒന്ന് കൈവക്കിക്ക്. ഇപ്പോഴാണ് കേട്ടത്. അടുത്ത് നോക്കിക്കൊള്ളാം, കേക്ക് മാത്തിപ്പാൽസ് നോക്കിക്കൊള്ളട്ടോ. ഈ 2000 ഒരു പ്രാവശ്യമില്ല സ്വോത്രക്കാഴ്ച പാത്രത്തിൽ ഇട്ടവർ കൈവക്കിക്ക്. കണ്ടോ? ഒരെണ്ണമില്ല. ചുമ്മാതാണോ ആ കാശ് പിൻവലിച്ചത്? ദൈവം തമ്പുരാനോട് നമ്മൾ പറഞ്ഞു, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. അങ്ങനെ ഇതുവരെ കണ്ടതിൽ വെച്ച 2000 നോട്ട് ദൈവം തന്നു. 2000 തന്നിട്ടും നിങ്ങളത് ജോളി സിൽക്കിൽ കൊടുത്തു, നിങ്ങളത് പിന്നെ ജാംജൂമിലൊക്കെ കൊടുത്തു, ഒരുപാട് സ്ഥലത്ത് കൊടുത്തു, ഇറച്ചിക്കടയിൽ കൊടുത്തു, മീൻ മേടിക്കുന്ന കടയിൽ കൊടുത്തു. തന്ന കർത്താവിൻ്റെ കയ്യിൽ മാത്രം ഇതുവരെ കൊടുത്തില്ല. അതുകൊണ്ട് അതങ്ങ് പിൻവലിച്ചു. പോയ കൂട്ടത്തിൽ അന്തസ്സുള്ള 1000 കൂടെ പോയി. ഇപ്പോഴും 10 തകർത്താടിങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും ആകട്ടെ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മുടെയൊക്കെ ചിന്തയിരിക്കുന്നത് നമ്മളിതെല്ലാം കൂട്ടി കൈമാറ്റം ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അപ്പൻ ആരാന്ന് മനസ്സിലായല്ലോ. പിശുക്കൻ്റെ മക്കൾ ആരാകും? ധാരാളിയാകും. അപ്പോൾ എൻ്റെ അപ്പൻ ആരായിരുന്നു? ധാരാളിയാണ്. എൻ്റെ അപ്പൻ്റെ അപ്പൻ മരിച്ച ഉടനെ കുറച്ച് വിതയ്ക്കാനുണ്ടായിരുന്നു. കവുങ്ങിൻ തോട്ടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം വിറ്റു. എൻ്റെ ഓർമ്മയിൽ ഞാനും എൻ്റെ അമ്മയുമൊക്കെ അപ്പനുമൊക്കെ അമ്മയുടെ വീടായ ഒരു റോഡ് സൈഡിൽ പാറയുടെ സ്ഥലത്ത് പുറമ്പോക്കിൽ ഒരു 10 സെൻറ്റിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ആ ഫിലോസഫിക്കൽ വേർഡാണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു നിർവചനം ശരിയായി. അതായത് പിശുക്കൻ്റെ മക്കൾ ആരാവും? ധാരാളിയാകും. അപ്പോൾ ധാരാളിയുടെ മക്കൾ ആരാവും? എന്നാലും നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി അതെങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം എൻ്റെ അപ്പൻ ധാരാളിയാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആരാകും നിങ്ങൾ പറഞ്ഞത്? പിശുക്കനാകും എന്നാണ് പറയേണ്ടത്. അതൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് പലതുമാകും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഈ കൂട്ടിപ്പിടിച്ചതൊന്നും കാണത്തില്ല കേട്ടോ. നമ്മൾ മരിച്ച് നമ്മുടെ തലമുറകൾക്ക് 3-4 ഏക്കർ കൈമാറി. അബ്രഹാമിൻ്റെ മടിയിൽ ഒരുപാട് കാലം ഇരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, ഞാൻ ചുമ്മാ ഒന്ന് പാലാങ്കര പോയിട്ട് വരാം, നാടും നഗരമൊക്കെ എങ്ങനെ ഇരിക്കും എന്നറിയാമല്ലോ. അബ്രഹാം പിതാവ് പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരണം. അങ്ങനെ നമ്മൾ പതുക്കെ പാലാങ്കര വന്ന് ഒറ്റപ്പാടത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലം മാറിപ്പോയി. സ്ഥലം കാണാനില്ല, വീടും കാണാനില്ല, റബ്ബർ തോട്ടവും കാണാനില്ല. പകരം കുറച്ച് ഫ്ലാറ്റുകൾ അവിടെ കാണാനുണ്ട്. ഇനി എൻ്റെ വീട് ഏതാണെന്ന് അന്വേഷിച്ച് നമ്മളവിടെ ചെല്ലുമ്പം ഒരു വീട് കണ്ടുപിടിച്ചു. ഒരു പക്ഷേ പാറയ്ക്കൽ കുടുംബം അല്ലെങ്കിൽ വീട് കണ്ടുപിടിച്ചു. കോളിംഗ് ബില്ലിൽ വിരലമർത്തി ഒരു കൊച്ചു മുന്നോട്ട് വന്നു. അവൻ ചോദിച്ചു, ആരാ? അവൻ്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി DNA-യുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ചോദിച്ചു, നീ ആരാ? കാരണം മോൻ്റെ മോനാന്ന് മനസ്സിലായി. അവൻ ഉറക്കെ ചോദിച്ചു, നിങ്ങളാരാ? അപ്പം നമ്മൾ ചോദിച്ചു, നീ ആരാ? ആ കുസൃതി ഒന്ന് കാണാൻ വേണ്ടി ചോദിച്ചതാണ്. അവൻ നേരെ അകത്തി വന്നിട്ട് അമ്മയോട് പറയും, തൻ്റെ ഒരു വട്ടം വന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളാൻ പറയും. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കൂട്ടിവെച്ച സാധനമൊക്കെ. ഇതൊക്കെ എവിടെയാണ്, ആർക്കാണ് പ്രയോജനപ്പെടുക നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരുപാട് ഏക്കറൊക്കെ ഉള്ളവർ ഇതുവരെ ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടില്ലെങ്കിൽ ഒരു 10 സെൻറ്റ് വിക്ക്. എന്നിട്ട് നിങ്ങളൊന്ന് കറങ്ങി നടക്ക്. പോകാൻ നേരത്തെ എന്നോടും പറ, എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം നമുക്ക് ഒരുമിച്ചൊന്ന് കറങ്ങിച്ച് വരാം. ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ, സുവിശേഷത്തിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ പ്രൈസ് ലോൺ ചേട്ടന് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനവനും ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ ചോദിച്ചു, ചേട്ടനെന്തേ യോഗത്തിന് വരുമോ? ഇല്ല, ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയേക്കുക. ഞാൻ പറഞ്ഞു, മിടുക്കനായില്ലോ. ഞാൻ വരെ ഇതുവരെ ദുബായ് ഫെസ്റ്റിവൽ കണ്ടിട്ടില്ല. രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫെസ്റ്റിവൽ കണ്ടിട്ടില്ല. അപ്പോൾ ആൾ രക്ഷപ്പെട്ടോ? എന്നോട് ചോദിച്ചു, എന്ത് രക്ഷപ്പെടാൻ പാസ്റ്റേ? ആ 10 സെൻറ്റ് 2 നില വീടും കണ്ടു. നിങ്ങളുടെയാണോ? അല്ല, ഞങ്ങളതിനപ്പുറത്ത് ഓടിട്ട വീടാ, പഴയ വീടാ, 5-6 ഏക്കറുണ്ട്. ആ 10 സെൻറ്റ് വിറ്റിട്ടാണ് ചേട്ടൻ ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ തലമുറകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ ഇതുവരെ ദൂരത്തേക്കൊന്നും പോകാതിരിക്കും, പക്ഷേ ഇവരിതെല്ലാം വിറ്റ് നശിപ്പിക്കുന്ന ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട്
നമ്മുടെ പിള്ളേർക്കൊന്നും ഞാൻ ഇന്ന് പകൽ പറഞ്ഞ പോലെ ഈ ഇരിക്കുന്ന പിള്ളേരൊന്നും ഇനി ഇവിടെയെങ്കിലും പഠിക്കാനുള്ളവരൊന്നും ഒരു 10ാം ക്ലാസ് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുക. എവിടെ അവർക്ക് നിലമ്പൂരിൽ കോളേജ് ഉണ്ടെങ്കിലും പെരിന്തൽമണ്ണ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ബാംഗ്ലൂർ, വിശാഖപട്ടണം എവിടെയെങ്കിലേക്ക് പോയാൽ മതി. മുടിനായി പുത്രൻ്റെ വീട്ടിൽ അപ്പൻ്റെ കൂലിക്കാർ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ കുറവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഈ വിൽക്കാനും തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ ജീവിക്കാനും ഒക്കെ ഉള്ള താല്പര്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം ദൂരത്തേക്ക് പോകാൻ അന്ന് കാണിച്ചിട്ട് ഒരാഗ്രഹം എന്ന് പറയുന്നത്. ഇനി കാലങ്ങൾ കഴിയുമ്പം നമ്മുടെ പിള്ളേരെല്ലാം വിദേശത്ത് പോകും. ഞങ്ങളൊക്കെ വിദേശത്ത് ചെല്ലുമ്പം കാണുന്നതാണ് ഇവിടെ ഇരിക്കുന്ന പിള്ളേരുടെ 10 ഇരട്ടി പിള്ളേർ എവിടെയുണ്ട്? വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. നമ്മളും കുറച്ച് കഴിയുമ്പോൾ പോകും കേട്ടോ. നമ്മുടെ ഇരിപ്പോൾ കണ്ടാൽ പോകുമെന്ന് പറഞ്ഞാൽ നമ്മളും കുറച്ച് കഴിയുമ്പോൾ പോകും. ആദ്യം തന്നെ നമ്മുടെ പിള്ളേരാണ് പോണത്. പ്രത്യേകിച്ച് ഈ BSc നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട. 3ാമത്തെ വർഷമാകുമ്പോഴേക്കും കല്യാണാലോചന വരും. നമ്മൾ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കുമ്പം ചെക്കൻ്റെ വീട്ടുകാർ പറയുന്ന ഒരു ഓഫറുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ടല്ലേ പഠിപ്പിച്ചത്, അടുത്ത വർഷം ഞങ്ങൾ പഠിപ്പിച്ചോളാം. കണ്ണാടൻ്റെ കണ്ണ എന്താണെന്ന് വെച്ചാൽ 4ാം വർഷം പഠിപ്പിച്ചാൽ 5ാം വർഷം മുതൽ ശമ്പളം ആർക്കെടുക്കാം? അവർക്കെടുക്കാം. ഈ കൊച്ചു കുവൈറ്റിൽ പോകും, 2 ലക്ഷം രൂപ കിട്ടും, പപ്പയ്ക്കും മമ്മിക്കും കൊടുത്തോട്ടെ എന്ന് ചോദിക്കേണ്ടി വരും. ഭയങ്കര കാഴ്ചപ്പാടാണ് അവർക്ക്. അത് കഴിഞ്ഞത് ഞാനതിന് പറയുന്നത്, നമ്മൾ ഈ വാഴക്കണ്ണ് വെച്ചു വളമൊക്കെ ഇട്ടു 10 മാസം വളമിട്ടു, കൊല ആമ്പിള്ളേർ വെട്ടിക്കൊണ്ടുപോയി. അതുപോലത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ നേഴ്സിംഗ് പഠിച്ച. നേഴ്സിംഗ് കൃഷിയാണ് ഇപ്പോൾ ആകെ വിജയിക്കുന്നുള്ളൂ. അതിന് തെറ്റൊന്നും പറയാനൊക്കുകയില്ല. ഞാനതിൻ്റെ ഒരു വശം ചൂണ്ടിക്കാണിക്കുന്നത്, അങ്ങനെ പിള്ളേരെല്ലാം അവിടെ പോകുന്നു, അണ്ട് ഒരാളെ കല്യാണം കഴിക്കുന്നു. പണ്ടത്തെ കല്യാണം ഇപ്പോഴത്തെ കല്യാണമൊക്കെ വ്യത്യാസമുണ്ട്. പണ്ട് പറയുന്നത് നിൻ്റെ ഭാര്യയെ നീ എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണമെന്നാണ്. ഇപ്പോഴങ്ങനല്ല, ഈ കൊച്ചാണ് ഇവനെ പോറ്റി പുലർത്തുന്നത്. കല്യാണം കഴിച്ച് അവിടെ ചെല്ലുന്നു, 2 പിള്ളേരെ നോക്കിയിരിക്കുന്നു, കൊച്ചാണ് ജോലിക്ക് പോകുന്നു. ഇനി വിശേഷം ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങോട്ട് പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, മമ്മി ഇങ്ങോട്ടൊന്ന് കയറി വാ, ഇവിടെ വിശേഷമുണ്ട്. അത് ക്ഷണിക്കുന്നൊക്കെ കാര്യം അറിയാമല്ലോ. ഒരു സെർവൻറ്റ് നിർത്തിയാൽ 6 മാസം കൊണ്ട് 2-3 ലക്ഷം രൂപ പോയി കിട്ടും. അമ്മയാവുമ്പോൾ ഒന്നുമില്ലല്ലോ, പഴയ ചുരിദാറും ഒരു 20,000 രൂപയും 2 സ്പ്രേയും കൊടുത്ത കാര്യം തീരും. അതിനാണ് ഈ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അമ്മ പറയുന്നു, പപ്പ ഇട്ടിച്ച് ഞാൻ പോവുകയില്ല, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പപ്പ ജോലി ചെയ്തതാണ്. പപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും വാശിക്കാരനും. പുഴുങ്ങിയ മുട്ട മാറിപ്പോയാൽ പോലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഉടനെ കൊച്ചു പറഞ്ഞാൽ പിന്നെ പപ്പയ്ക്കും മമ്മിക്കും കൂടെ ഒരു ഫാമിലി വിസ. അയ്യോ, ആ വിസ കിട്ടുമ്പം 2 പേരോട് സഭയിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടപ്പാടുകൾ അറുതി വന്നിരിക്കുന്നു, കർത്താവ് ഒരു വഴി തുറന്നു. പേരെടുക്കാൻ പോണതാ, കർത്താവ് ഒരു വഴി തുറന്നു. ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ സംഗതികൾ പോണത്. അങ്ങനെ അവിടെ ചെന്ന് ആപ്പിൾ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചതുപോലെ മരവിച്ചിരിക്കുകയാണ്. അണ്ട് ഇന്നാളെ ഞാനൊരു മീറ്റിംഗ് പ്രസംഗിക്കുമ്പോൾ ജർമ്മനിയിൽ നിന്നൊരു പാസ് കയറി എന്നോട് പറഞ്ഞു, പാസേ പ്രൈസ് ലോഡ്. ഞാൻ ചോദിച്ചു, എവിടാ? ജർമ്മനിയില്ല. എത്ര നാളായി? 2 കൊല്ലമായി. ഇങ്ങോട്ട് വരുന്നില്ലേ? ഓ, ഇവിടെ വന്നപ്പോൾ അറ്റകുറ്റ പണികളൊക്കെ കിട്ടി അങ്ങനെ നിൽക്കുക. എന്തിനു പറയുന്നു? യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ സംഘാടകർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എനിക്ക് പരിചയമുള്ള പാസ്റ്റർ എന്നോടുള്ള ബഹുമാനത്തിന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇപ്പോൾ പ്രാർത്ഥിച്ചു വേറൊരാൾ. ആ പാസ്റ്റർ, ജർമ്മനിയിൽ നിന്ന് കയറിയ പാസ്റ്റർ, ആശീർവാദം പറയുന്നതായിരിക്കും. എൻ്റെ പൊന്നച്ചോ, ഞാൻ നാണം കിട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ യഹോവയും പറഞ്ഞ് ഒരു 10 സെക്കൻഡായിട്ടും സംഗതി റൂട്ടി ചാടിയില്ല. ഉടനെ യോഗം നടത്തിയ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. അതായത് ഈ 2 കൊല്ലം കൊണ്ട് ആശീർവാദം പോലും മറന്നുപോയി. ഇതൊക്കെ പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ നിങ്ങൾ? ഈ ആളുകളിപ്പോൾ നമ്മുടെ KK മാത്യു പാസ്റ്ററോ ജനുമോൻ പാസ്റ്ററൊക്കെ പിള്ളേരൊക്കെ എങ്ങനെ വിദേശത്ത് പോയി പോകുന്നുണ്ട്. എനിക്കെന്താ കുഴപ്പം? എനിക്കും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ശുശ്രൂഷയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ദൈവസഭയ്ക്കൊക്കെ പ്രയോജനം വരുന്ന ദൈവമക്കളൊക്കെ അവിടെ ചെന്ന് ഒരു പ്രയോജനവുമില്ലാതെ, എൻ്റെ പറയുക, സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്ത് വണ്ടിയും കഴുകി പൂന്തോട്ടത്തിൻ്റെ ഗാർഡൻ്റെ പണിയും ചെയ്ത് നടക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചു, അവിടേക്കൊന്ന് പോയി ഒന്ന് കറങ്ങി വെച്ചിട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ കിടന്ന് മരിച്ചാൽ പോലും ശരിയാകുകയില്ല. ഉണ്ടോ? ഒന്നും മരിക്കരുത്. അവിടെ മരിച്ചാൽ ആര് വരാനോ? 2 അംബാസഡർ കാറും വരും, 1 കുതിരയും വരും. അത് മുമ്പ് നടന്നുകൊണ്ട് അടക്കാമെന്നല്ലാണ്ട് വേറെ ആളൊന്നും കൂടുകയില്ല. പാലാങ്കരയെ കിടന്നൊക്കെ ഒരു പാർശ്വം മരിച്ചാൽ ഇവിടെ എന്തായിരിക്കും പുകിൽ? നാളെ 4 മണിക്കാണ് അടക്കമെങ്കിൽ ഇന്ന് മുതൽ അനുശോചന പ്രവാഹമാണ്. ഒരു 450 പേര് അനുശോചനം പറയും, ഒരു 58 പേര് അതിനിടയ്ക്ക് ആശംസയും പറഞ്ഞു പോകും. ഈ ഒരു അനുഗ്രഹമൊക്കെ നമ്മുടെ നാട്ടിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ എവിടെ കിടന്ന് മരിക്കണം?
നമ്മുടെ നാട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിതൊക്കെ പറയുന്ന കാര്യം എന്നാന്ന് മനസ്സിലായോ? നമ്മുടെ പിള്ളേർക്കെല്ലാം ഇപ്പം ഈ തിന്നാനും കുടിക്കാനുമുള്ള ഇൻട്രസ്റ്റാണ്. ഇത് സഭയ്ക്കകത്തല്ലാതെ അവിടെ പറയുന്നത്. യൂത്തിൻ്റെ മീറ്റിംഗ് ഒക്കെ എടുത്തപ്പം അതിനകത്ത് ക്ലാസ് എടുക്കുന്നവർ പറയുന്നത് ഇപ്പോഴത്തെ പാപം എന്നാന്നറിയാം? ആ പാപം ഭക്ഷണമാണ്. ഭക്ഷണം ഒരു പാപത്തിൻ്റെ ലിസ്റ്റിലേക്ക് നമ്മൾ പെടുത്തിയിട്ടില്ല. പക്ഷെ വേദപുസ്തകത്തിൽ സൂചനകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സൂചന? നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും വിചാരപ്പെടുന്ന എന്ത്, അങ്ങനെയില്ലേ? അങ്ങനെ കാലം ഉണ്ടായിരുന്നു, നമുക്കൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. 4 മണി വിട്ടാൽ, സ്കൂളിൽ വിട്ടാൽ നേരെ വീട്ടിലേക്ക് ഓടി പോകത്തില്ല. കാരണം ഒന്നും തിന്നാനൊന്നുമില്ല. സമഗ്ര ശിശു മാതൃ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഉപ്പുമാവും കുറുക്കൊക്കെ തിന്നാണ് ഞാനൊക്കെ വളർന്നു വന്നത്. എൻ്റെ വയറ് ഒട്ടിക്കിടക്കുന്നത് കാണുമ്പം കൊച്ചിക്കാരി അമ്മച്ചി ചോദിച്ചു, വയറ് വിശക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു വിശക്കുന്നുണ്ട്. ഒരു തവ ഉപ്പുമാവ് കൊണ്ട് വയറ് നിറയോടാ? ബുദ്ധിമുട്ടാ. ഈ പാത്രം കഴുകി തരാമോ? വലിയ ചെമ്പാ. ഞാൻ പറയും കഴുകി തരാം. അങ്ങനെ ആ പാത്രം ഞാൻ കൊണ്ടുപോയി പാറക്കുഴിയിൽ കഴുകി കൊടുക്കുന്നത് കൊണ്ട് ഒരു തവ ഉപ്പുമാവും കൂടെ മാറ്റി വെച്ച് എനിക്ക് തന്നൊക്കെ വയറ് നിറച്ച എൻ്റെ ബാല്യകാലം ഞാൻ വാസ്തവത്തിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ച ചിന്തയാണ് എന്ത് തിന്നും. അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ നമ്മൾ? കപ്പ തിന്ന് മാത്രം, മരച്ചീനി തിന്ന് മാത്രം ജീവിച്ച ഒരു കാലഘട്ടം കുടിയേറ്റ കർഷകർക്കൊക്കെ ഉണ്ടായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ട് ഈ പെന്തിക്കോസുകാരും കപ്പയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. നമ്മളും കപ്പയും തമ്മിൽ പാട്ടുപാടാത്ത പാരടിക്കാരില്ല. കപ്പയും കഞ്ഞിയും തീർക്കുവാൻ ഒത്തിരി പേരെ ചേർക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗത്തിലെല്ലാം കപ്പയാണ് പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പിസ്സായൊന്നും ഇല്ല അന്ന് കിട്ടുന്നത് കപ്പ. ഇപ്പോൾ പിള്ളേർ വയ്ക്കും വൈകുന്നേരം എവിടാ യോഗം? ഇന്ന സ്ഥലത്താ. എന്നാൽ ഞങ്ങൾ വരുന്നില്ല, അവിടെ വേറൊന്നുമില്ലെന്നറിയാം. നല്ല ആഹാരമുള്ള സ്ഥലത്തെ പിള്ളേർക്ക് വൈകുന്നേരം യോഗത്തിന് പോലും വരാൻ താല്പര്യമുള്ളൂ. അങ്ങനത്തെ കൂട്ടായ്മകൾ, മലക്കം മറച്ചിലുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കപ്പയും കഞ്ഞിയും തീർക്കുവാൻ ഒത്തിരി പേരെ ചേർക്കുവാൻ കപ്പ മൂക്കുവോളം യോഗം കൂടണം. വൃശ്ചികക്കപ്പയെക്കുറിച്ചാണ്. കപ്പ വേവോളം പ്രസംഗം നീട്ടണം. ഇതൊക്കെ പണ്ടത്തെ പാരടിയാണ്. എന്ന് പറഞ്ഞാൽ കപ്പ മൂത്ത് വരുമ്പോഴേ യോഗം ആരംഭിക്കും. എല്ലാ വീട്ടിലും ഈ കപ്പയും കട്ടൻ മുളകും പിന്നെന്തുവാ കട്ടൻ കാപ്പിയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എൻ്റെ അടുക്കളയുടെ വശത്താണ് അമ്മച്ചിരിക്കുന്നത്. പാർശ്വ 8:45 കപ്പ തിന്നണമല്ലോ എന്ന് കരുതി ഇത്രയും പറഞ്ഞുകൊണ്ട് 9 മണിക്ക് യോഗം തീർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം, അപ്പം അമ്മച്ചി അവിടെ നിന്ന് നോക്കും, കപ്പ വെന്തിട്ടില്ല. അപ്പം അമ്മച്ചി പറയും സ്വത്രം എന്ന് പറഞ്ഞാൽ പാസ് പറയും പ്രസംഗം നിർത്തണമെന്നാണ് വിചാരിച്ചതെങ്കിലും ദൈവാത്മാവെന്നെ മറ്റൊരു ഭാഗത്തേക്ക് നടത്തുന്നു. കാരണം കപ്പ വെന്തിട്ടില്ല, അതാ കാര്യം. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഉപദേശിമാർ പ്രസംഗിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ പെങ്ങള് വേദവസം മാറോട് ചേർത്ത് പിടിച്ച് ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുളാൻ പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമഹോ എന്ന് പറഞ്ഞ് പാടി പോകുമ്പം എൻ്റെ അപ്പൻ പാടിയ പാരടി ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത്ര വലിപ്പമുള്ള കപ്പയെ ഈ കലത്തിൽ പുഴുങ്ങാൻ പാത്രങ്ങൾ ഒന്നുമില്ല, ഈ കപ്പ എത്ര വലിപ്പമഹോ. കപ്പയും നമ്മൾ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സന്തോഷമുള്ള കാര്യമുണ്ട്, കപ്പ ജനിച്ചത് ബ്രസീലിലാണ്. ആ സംഗതി ഇവിടെ വന്നു പാവപ്പെട്ടവൻ്റെ ആഹാരം നാൽക്കവലയിൽ ചെളിപുരണ്ട് കിടക്കുന്നത് ഇന്ന് 5 സ്റ്റാർ വരെ കയറിയിട്ടുണ്ട്. ഇന്നത് പണക്കാരൻ്റെ ആഹാരമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ദൂത് വചനപ്രകാരമല്ലെങ്കിലും ആശയപരമായിട്ട് പറഞ്ഞോട്ടെ, കളിയാക്കിയ നാൽക്കവലയിൽ കിടന്ന ചേറ് പുരണ്ട കപ്പയെ നാട്ടുകാർ കളിയാക്കിയപ്പം കപ്പയുടെ കഷ്ടകാലം മാറി അവനിപ്പം 5 സ്റ്റാർ വരെ കയറിയെങ്കിൽ അത് തിന്നപ്പോഴും കലപ്പയിൽ നിന്ന് കൈയെടുക്കാതെ ദൈവത്തെ സ്തുതിച്ചവൻ ഏത് സ്റ്റാറെ കയറുമെന്നറിയാമോ? 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടുന്ന മാർഗം ഊഹിക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഞാനത് ഈ ഒന്നും കപ്പയെക്കുറിച്ച് പറഞ്ഞ് തുടരുന്നില്ല, നിർത്തുകയാണ്. നിങ്ങളുടെ മുഖഭാവം വായിച്ചാലറിയാം. പാസ്റ്റേ പണ്ടത്തെ കഥകളൊന്നും പറയാതെ ഞങ്ങൾ വലിയ സാരിയും ഒരുവിധം തരക്കേടില്ലാത്ത സെറ്റപ്പിലൊക്കെ വന്നിരിക്കുന്നത്. അന്നേരം പാസ്റ്റർ ഇങ്ങനെ ആവശ്യമില്ലാത്ത പഴയ ദാരിദ്ര്യ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാണം കെടുത്താതെ എന്ന് നിങ്ങളുടെ മുഖഭാവം ഉണ്ട്. ഞാനും പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ ചില ആളുകളുടെ മുഖം കണ്ടപ്പം സ്വന്തം പറമ്പിൽ കപ്പ ഇല്ലാത്തത് കൊണ്ട് പാതിരാത്രിക്ക് പിള്ളേർ കരഞ്ഞപ്പം അടുപ്പക്കത്തുള്ള മൂക്കാത്ത കപ്പ വേരോടെ മാന്തി പറിച്ചപ്പം അവൻ പന്നിക്കിട്ട് വെച്ച വെടി വരെ ഇവിടെ ഇരിക്കുന്നവരുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വന്ന വഴികൾ മറക്കാത്തവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് തിന്നും ഒരു കാലത്ത് ചോദിച്ചു. കൊട്ടാരക്കര കരിക്കത്ത് ചർച്ചകൂടിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് രാവിലെ ഞാൻ വേഷപ്പുറത്തിരിക്കുമ്പം 17 കൂട്ടം ബ്രേക്ക്ഫാസ്റ്റ്,
ആൻറ്റി എന്നോട് പറഞ്ഞു എല്ലാം തിന്നേച്ചേ പോകത്തുള്ളൂ. ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ബ്രേക്ക് ഡാൻസ് ആണോ? എല്ലാം കൂടെ തിന്നണ്ടായോ? അന്നാണ് ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. കർത്താവെ, ഒരു കാലത്ത് ചോദിച്ചു എന്ത് തിന്നും, ഇപ്പം ചോദിക്കുന്നു ഏത് തിന്നും. അങ്ങനെ ഒരു ചോദ്യമില്ലേ? ഏത് തിന്നും എന്ന് ഞാൻ പറഞ്ഞിട്ടും മുഖത്തെ മസിൽ പോലും വിടാത്തവരുണ്ട്. അവരെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നറിയാമോ? പാസ്റ്റേ, ഞങ്ങൾ ചിരിക്കാത്തതിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തിന്നും എന്നല്ല, ഏത് തിന്നും എന്നല്ല, എങ്ങനെ തിന്നും എന്നോർത്തിട്ടാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പെട്ടെന്നൊരു തലകറക്കം ചെന്നപ്പം നേരെ സൈക്കിൾ പമ്പ് ചുറ്റി കാറ്റടിക്കുന്നൊരു 365. ഇല്ല, ഈ ഇടവത്തിൽ എനിക്ക് 64 ആകത്തുള്ളൂ. അല്ല, ഷുഗറും പ്രഷറൊക്കെ കയറിപ്പോയ കാര്യമാണ് ഈ പറഞ്ഞത്. മനുഷ്യൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഇതൊക്കെ വരാൻ എന്തോരം നേരം വേണോ നിങ്ങൾ ഈ പറയുന്നത്? എത്ര എന്നൊരു ചോദ്യമുണ്ട് ആളുകളോട്. 10 വയസ്സ് വരെ ചോദിക്കും വയസ്സ് എത്ര, 20 വയസ്സ് വരെ ചോദിക്കും മാർക്ക് എത്ര, 30 വയസ്സ് വരെ ചോദിക്കും ശമ്പളം എത്ര, 40 വയസ്സ് വരെ ചോദിക്കും മക്കൾ എന്നും ചോദിച്ചിട്ടില്ലേ? എത്ര? 50 എന്ത് ചോദിക്കും ഷുഗർ എത്ര, 60 എന്ത് ചോദിക്കും പ്രഷർ എത്ര, 70 എന്ത് ചോദിക്കും കൊളസ്ട്രോൾ എത്ര. കാരണം ഇത് വന്നാൽ ഒരു അമ്മ പെറ്റ മക്കളാണ് ഇത് മൂന്നും. ഒരാൾ വന്നാൽ അടുത്തയാൾ ഓട്ടോറിക്ഷ വിളിച്ച് വരും, അടുത്തയാൾ ആംബുലൻസ് പിടിച്ചുകൊണ്ട് വരും. പിന്നെ ശ്വാസിച്ചാലും തുപ്പിയാലൊന്നും അധികം പോകത്തൊന്നുമില്ല. 70 കഴിഞ്ഞവരോട് അധികം ചോദ്യമൊന്നും ചോദിക്കാറില്ല. 70ഉം 80ഉം കണ്ടവരെ നമ്മൾ കാണുമ്പം ചോദിച്ചതിനെ പോലെ നിന്നേച്ചാൽ മതി ഇനി എത്ര നാളെന്ന്. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർത്തോളണം, എന്ത് തിന്നുമെന്ന് ചോദിച്ച കാലഘട്ടത്തിൽ നിന്ന്, ഏത് തിന്നുമെന്ന് ചോദിച്ച കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെ തിന്നും എന്നൊരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു. മലയപ്പലയനാം മാടത്തിന് മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിൽ ഓരോരോ ബാക്കി. അതും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളെന്തോ ചിന്തിക്കുന്നത്? ഇത് ഉത്തമഗീതമാണോ സങ്കീർത്തനമാണോ എന്നാണ്. ദൈവത്തെ ഓർത്ത് രണ്ടുമല്ല, ചങ്ങമ്പുഴയുടെ വാഴക്കൊലയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പം മൂത്ത് കഴിഞ്ഞ വാഴക്കൊല ആമ്പിള്ളേർ തിന്നട്ടെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിണ്ടി നമ്മളും തിന്നട്ടെ, അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുന്നു. നമ്മുടെ സഭകളിലേക്ക് വരാം. എന്തോ ആളുകൾക്ക് താല്പര്യം. ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ 21 പ്രഖ്യാപിച്ചാൽ ആരുണ്ട് വരാൻ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ആദ്യത്തെ 7 ദിവസം ആരുമില്ല, പക്ഷെ ആരുണ്ടാവും? പ്രഖ്യാപിച്ച പാർശ്വം ഭാര്യയും കാണും. രണ്ടാമത്തെ 7 ദിവസം ആര് വരും? 5-6 പേര് വരും. എന്തിനാ അവർ വരുന്നത്? ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വരുന്ന. അത് ഉച്ച കഴിഞ്ഞ് തന്നെ ഫോൺ ചെയ്യും, ഇന്ന് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൂടി? 3-4 പേര്, അത്രയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അവസാനത്തെ ഒരു 2.5 ദിവസമുണ്ട്, വെള്ളി ശനി ഞായർ. അന്നേരമാണ് എല്ലാവരും വരുന്നത്. അത് യേശുവിൻ്റെ ഉയർപ്പ് പോലെ. വ്യാഴാഴ്ച രാത്രി നല്ല ശാപ്പാടൊക്കെ അടിച്ച് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. വെള്ളി ശനി ഞായർ, ഞായറാഴ്ച ഉച്ചയ്ക്ക് തീരും. അപ്പം പിന്നെ ഒരു ലവ് ഫീസ്റ്റ് ഉണ്ട്, ഒരു സദ്യയൊക്കെ ഉണ്ട്. കഞ്ഞിയും പയറൊക്കെ കുടിക്കുന്നത് വരും. അതൊക്കെ ഭയങ്കര രസമാണ്. ഈ 2.5 ദിവസം ഇരുന്നവൻ കഞ്ഞി കുടിക്കുന്ന 2.5 കിലോ അരിയുടെ കഞ്ഞിയാണ്. പിന്നെ ഈ വാഴക്കായും പിന്നെ പയറും കൂടെ വെട്ടിക്കണ്ടിച്ചിട്ടത് ഒരു 1/2 കിലോ, 50 ഗ്രാമിൻ്റെ നാരങ്ങയൊക്കെ കടിച്ചങ്ങോട്ട് ഊർത്തുക. അപ്പം 21 ഇരുന്നവനോ അവന് വെള്ളം ഇറങ്ങൂല, പാട്ടും പാടാൻ പറ്റും, തൊണ്ടയൊക്കെ പൊട്ടിയിരിക്കുക. കാര്യം വല്ലതും മനസ്സിലായോ? അതിനേക്കാൾ രസകരമായ കാര്യം കേട്ടോ. ഞാൻ ഇന്നാളൊരു പ്രായമായ സഭയിൽ ചെന്ന് പ്രസംഗിച്ചു. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പ്രായമുള്ളവരാ. എന്നാ പറഞ്ഞിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല, സ്തോത്രമില്ല, ഹല്ലേലൂയ ഇല്ല, ഒന്നുമില്ല. പ്രായമായവരെ സംബന്ധിച്ച് അങ്ങനെ അധികം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും അന്ന് ഉപവാസം തീരുന്ന ദിവസമായിരുന്നു. ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ പാവത്തുങ്ങൾ വിഷമിച്ച് കാണും, അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതങ്ങോട്ട് കഴിഞ്ഞ് കഞ്ഞി കുടിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ എന്നാ ഒച്ചപ്പാടാന്നറിയാം. അവിടെ 2.5 മണിക്കൂർ മിണ്ടാത്ത അപ്പച്ചൻ പറയും, അവിടെ കഞ്ഞിയുണ്ടോ, ഇവിടെ കൊടുക്കുക, അവിടെ എന്നോ. ആ ശബ്ദത്തിൻ്റെ പകുതി സഭായോഗത്തിനെടുത്തിരുന്നെങ്കിൽ പണ്ടേ അഭിഷേകം പ്രാപിച്ചേനെ. വല്ലതും മനസ്സിലായോ? അപ്പം ഈ ആഹാര സമയത്തുള്ള നമ്മുടെ ഒരു ബഹളവും ഒരു ഒച്ചപ്പാടും ഒരു ആക്രാന്തം ഒരു താല്പര്യവും മിണ്ടാത്തവരെ മിണ്ടലും സ്നേഹവും വിളമ്പലും അരയ്ക്കൊരു തോർത്തുമുണ്ട് കെട്ടലും എന്നോ പരിപാടി എന്നറിയാമോ? പണ്ടൊരു കോളേജിൻ്റെ സാറ് ചോദിച്ചു, മക്കളെ ഒരു നേരത്തെ ഈ ആഹാരത്തിന് വിഷമിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടോ? പിള്ളേർ ചോദിച്ചു, സാറിന് വട്ടാണ്. ഇന്നത്തെ കാലത്തൊക്കെ ഒരു നേരത്തെ ഈ ആഹാരത്തിന് വിഷമിക്കുന്നവർ ആരാ ഉള്ളത് സാറേ? സാറ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? നിങ്ങൾ കല്യാണശാലയിലേക്ക് വരണം. കല്യാണം നടത്തി കഴിഞ്ഞ് അവിടെ ഭോജനശാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഭക്ഷണശാല. അവിടെ നിങ്ങൾ ചെന്ന് നോക്കുമ്പോഴറിയാം ഒരു നേരത്തെ ഈ ആഹാരത്തിന് വേണ്ടി ഇടിച്ചു നിൽക്കുന്ന പാർട്ടികളെ അവിടെ അറിയാം. സത്യമാണ്. കല്യാണം കഴിഞ്ഞ് ഈ ഡോറ് തുറക്കുന്ന സ്ഥലത്ത് നല്ല ഒന്നാന്തരം പാൻറ് ഷർട്ടൊക്കെ ഇൻ ചെയ്തിങ്ങനെ ആൾ നിൽക്കും. ഡോറ് തുറക്കുമ്പം തള്ളി കയറാൻ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ജോസഫ് ഇടക്കാട്ടിൽ സാറിൻ്റെ മകളുടെ കല്യാണം ഞാൻ കെട്ടിച്ച് OCK ഓഡിറ്റോറിയത്തിനകത്ത് കല്യാണമെല്ലാം കഴിച്ച് ഞാൻ പറഞ്ഞു,
എനിക്ക് നെടുങ്ങാടപ്പള്ളിയിൽ ചർച്ചോട് ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കണം, എനിക്കൊരു നേരത്തെ ആഹാരം പെട്ടെന്ന് തരണം. ഞാനപ്പോൾ കല്യാണം കഴിച്ചു നേരെ ഇപ്പുറത്ത് വന്നപ്പം പുള്ളി പറയുക ഇവിടെ ഹൗസ്ഫുള്ളാണ്, ഒറ്റ സീറ്റ് പോലും ഇല്ലെന്ന്. ഞാൻ ഇതെപ്പോൾ സംഭവിച്ചു? പുള്ളി പെന്തിക്കോസ്തല്ല. പുള്ളി പറയുക യഹോവയാൽ സംഭവിച്ചു, സാറിൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു സീറ്റ് താ, നെടുങ്ങാടപ്പള്ളിയിൽ എത്തണം. മരിച്ചുപോയ രാജപ്പാസ് ഡ്രൈവറാണ്. പുള്ളി പറഞ്ഞു ഒന്ന് പോയി നോക്കട്ടെ, എൻ്റെ പുറകിലും ആളുകളുണ്ട്. അങ്ങേ അറ്റത്ത് പറഞ്ഞു സാറേ ഇങ്ങോട്ട് പോരെ, ഒരു സീറ്റുണ്ടെന്ന് പറഞ്ഞു. കല്യാണം നടത്തിയ ആളായതുകൊണ്ട് 4 പേരൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് ഇച്ചിരി മര്യാദയ്ക്കൊക്കെ വേണമല്ലോ അവിടെ ചെല്ലാൻ. ഞാനപ്പോൾ ഇങ്ങനെ നടന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു കാഴ്ച ഞാൻ കണ്ടു. എൻ്റെ പിറകെ നിന്നവൻ കേട്ടു അവിടെ സീറ്റുണ്ടെന്ന്. എല്ലാ ഡെസ്കിൻ്റെയും അടിയിൽ കൂടെ ഇവൻ പോയി ആ സീറ്റിൽ പോയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, അപ്പോൾ ഇത്തിരി ആഹാരം, മനുഷ്യൻ്റെ ആഹാരത്തിൽ ആക്രാന്തം കണ്ടു. പിന്നെ ഞാനിവിടെ പിറകെ പോയിരുന്നു. അതിനേക്കാൾ ലക്ഷം ഷിജിപ്പാസ് കേൾക്കണം. ഈ ശാപ്പാട് കഴിച്ച പുള്ളി എന്നോട് ചോദിക്കുക കൈ കഴുകുന്ന സ്ഥലം എവിടാന്ന്. അപ്പം ഈ പുള്ളി കൈ കഴുകിയോ? ഇല്ല. ഇത് ഞാൻ കൈ കഴുകേണ്ട കാര്യം എന്താ? സമയമുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാനും കൈ കഴുകുകയില്ല. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കൊല്ലം ഇത്ര കഴിഞ്ഞല്ലോ, നാളുകൾ ഇത്ര കഴിഞ്ഞല്ലോ. ആരംഭകാലത്തുണ്ടായിരുന്ന ആത്മീകതയോടുള്ള താല്പര്യം എവിടെയാ നിങ്ങൾക്ക് കിടക്കുന്നതെന്നാ ഈ ചോദിക്കുന്നതിൻ്റെ ചോദ്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പാടിയിട്ടും മതിവരാത്ത, പ്രാർത്ഥിച്ചിട്ടും മതിവരാത്ത, ദൈവവചനം കേട്ടിട്ടും മതിവരാത്ത, ഞാൻ ഒരുപാട് ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഇപിക്കൊക്കെ നന്നായിട്ടറിയാം. എനിക്ക് വയസ്സ് 60. ഈ 60 വയസ്സിലേക്ക് ഞാൻ വരുമ്പം 15-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വീകരിച്ചതാണ്. EP പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇന്ന് വരെ 45 വർഷമായി. ബാക്കി പറ. ഒറ്റ യോഗത്തിൽ നീ ബാക്കി പറയാൻ വരെ ഒറ്റ യോഗത്തിൽ ഞാൻ വൈകി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് യോഗം തുടങ്ങുമ്പം ഞാൻ അവിടെ ഉണ്ടാകും. എന്താ കാര്യം എന്നറിയാമോ? ഈ പാട്ടൊക്കെ ഞാനൊരു 10-20,000 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അത് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, സംഗീതം ആള് കൂടാനുള്ള ശുശ്രൂഷയാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മാറ്റി നിർത്തണം. അത് ആള് കൂടാനുള്ള ശുശ്രൂഷ അല്ലത്. അത് കർത്താവിനെ സ്തുതിക്കുന്ന മഹത്വീകരിക്കപ്പെടുന്ന ശുശ്രൂഷയാണത്. അത് EP അല്ലേ പാടുന്നേ, ഫാമിലി ഓർക്കസ്ട്രയല്ലേ. സമയത്ത് ചെന്നാമത് ചിന്തിക്കരുത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ, അപ്പം നിങ്ങളൊക്കെ വരുന്ന മുൻപേ 6 മണിക്ക് യേശു ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ നോക്കി യേശു ഇരിക്കണോ? അത് യേശുവിനെ നോക്കി നിങ്ങളിരിക്കണോ? അതുകൊണ്ട് ഈ കാലങ്ങൾക്കൊക്കെ മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. ഒരു കൃത്യത നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. 70 കൊല്ലം വരെ ജീവിക്കുമ്പോൾ 90-100 ചാക്ക് അരിയുടെ ഭക്ഷണം കഴിക്കും. ആ അരിയുടെ ഭക്ഷണമൊക്കെ വയറിൽ തപ്പി നോക്കിയാൽ കിട്ടുമോ? കിട്ടത്തില്ല. അത് മറപ്പുരയിലേക്ക് പോയി. മറപ്പുരയിൽ JC കൊണ്ട് തോണ്ടിയാൽ കിട്ടുമോ? കിട്ടത്തില്ല. അത് മണ്ണിലേക്ക് ലയിച്ചു ചേർന്നു. മണ്ണിൽ നിന്നും എടുത്ത നിങ്ങൾ തിരിച്ചു മണ്ണിലേക്ക് ചേരുന്നത് വരെ ഒരു 80-100 ചാക്കരിയുടെ ഭക്ഷണം ദൈവം തരും. പക്ഷേ മണ്ണിൽ നിന്ന് എടുത്ത നമ്മുടെ ഉള്ളിൽ വിണ്ണിൽ നിന്നൊരു സാധനം ദൈവം തമ്പുരാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിണ്ണിൽ ചെല്ലണമെങ്കിൽ ആത്മീയാഹാരം കൂടിയേ തീരൂ. ഇന്ന് ഈ ദിവസങ്ങൾ കൊല്ലം എത്ര കഴിഞ്ഞാലും കാലം എത്ര കഴിഞ്ഞാലും ആത്മീയതയെ നവ്യാനുഭൂതിയോടുകൂടെ ഒരു പുത്തൻ അനുഭവത്തോടുകൂടെ യേശുവോട് ചേർന്നിരിക്കുന്ന പഴയ പാട്ടാണെങ്കിലും പുതിയ മനോഭാവത്തോടെ അത് പാടുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തു പഴയതാണ്, പക്ഷെ എനിക്ക് യേശു പഴയതല്ല. പരിശുദ്ധാത്മാവ് പഴയതാണ്, പക്ഷെ എനിക്ക് യേശു പഴയതല്ല. സ്വർഗം പഴയ വിഷയമാണ്, പക്ഷെ എനിക്ക് സ്വർഗം പഴയ വിഷയമല്ല. ഞാൻ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പുതുമയുള്ളതായി മാറുകയാണ്. കാലം എത്ര കഴിഞ്ഞാലും ഒരാത്മാവിന്റെ ദാഹമുള്ളവരുണ്ടെങ്കിൽ യേശുവിന്റെ വരവിന്റെ സമയത്ത് തിന്നും കുടിച്ചും പോകുന്നവരെ പെരുവയറന്മാരെന്നും ക്രേത്തരെന്നും വയറിലുള്ള വേലയെന്നൊക്കെ വേദം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയുകയാണ്, ഭക്ഷണമെന്ന പാപത്തിലേക്ക് മലക്കം മറിയുന്ന ആത്മീക കൂട്ടായ്മകൾ മടങ്ങി വരണം. ഉപവാസം വെച്ചാൽ വരാൻ ആളില്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ കൂടി ദൈവാലയത്തിൽ നിന്ന് വന്നിരുന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആളില്ല. പക്ഷേ സഭ ഒരു ടൂർ പ്രോഗ്രാം വെച്ചാൽ ഫാമിലി ടിക്കറ്റിന്റെ പൈസ ആദ്യം ഈ പുള്ളി കൊടുക്കും. മനസ്സിലായി? അതുകൊണ്ട് കൊക്കും പെരിഞ്ഞാറയും മീവൽ പക്ഷിയും തന്റെ മടങ്ങിയവരവന്റെ കാലമറിയുന്നു. തിന്നും കുടിച്ചും ജനമിങ്ങനെ കളിച്ചും ചിരിച്ചും പോയി. പക്ഷേ ജലപ്രളയം വന്നത് അവരറിഞ്ഞില്ല
എന്ന ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവജനം ദൈവസഭയിലേക്കും ആത്മീക അനുഭവങ്ങളിലേക്കും മടങ്ങി വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചതാണെങ്കിലും ഒരുപാട് ദൈവത്തെ സ്തുതിച്ചതാണെങ്കിലും ഇന്നും ആ ആത്മീകതയെ കൈവിടാത്തവര്, ഇന്നും സങ്കടപ്പെടാൻ ഒരു കാര്യവുമില്ലെങ്കിലും കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാനത് വിട്ടു. എന്തോ വിട്ടത്? തിന്നും കുടിച്ചും വിറ്റും നട്ടും പോരുന്ന കാലം. രണ്ടാമത്തിൽ നിന്ന് ഫോക്കസ് ചെയ്യണം. എന്താണെന്നറിയാമോ? ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് അകത്തെ യോഗമായതുകൊണ്ട് സ്തോത്രം. ലൈവായിട്ട് പോകുന്നുണ്ട്, പോട്ടെ. ഇത് ഞാൻ പ്രസംഗിക്കാറുണ്ട്. നമ്മൾ കല്യാണത്തിനെതിരല്ല, ആണോ? അല്ല. ഹിന്ദു മതത്തിലുള്ളവരെ കല്യാണം കഴിച്ചാൽ നമ്മളെതിരാണോ? അല്ല. ഇസ്ലാം മതത്തിലുള്ള കല്യാണം നമ്മളെതിരല്ല, നമ്മളതിനൊന്നും എതിരല്ല. കാരണം ഏത് മതത്തിൽപ്പെട്ട ഒരാളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ സഭയിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ വീണ്ടും കല്യാണം കഴിപ്പിക്കാറുണ്ടോ? ഇല്ല. എന്താ കാര്യം? വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ഏത് വിവാഹവും ഏത് മതത്തിൻ്റെ ആചാരപ്രകാരം നടത്തിയ വിവാഹവും നമ്മൾ അംഗീകരിച്ചു, ദൈവവും അംഗീകരിച്ചു. ഞാൻ അതല്ല ഈ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ സംഭവം നിങ്ങൾക്കറിയാം. തർക്കവിഷയമാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവർക്ക് ബോധിച്ചവരെന്ത് ചെയ്തു? ഭാര്യമാരായിട്ടെടുത്തു. ഞാൻ ദൂതശാസ്ത്രമൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമ്പം സംശയം ചോദിക്കും, ഏതായി ദൈവത്തിൻ്റെ ദൂതന്മാർ? ഉത്തരം കേൾക്കണോ ദൈവത്തിൻ്റെ ദൂതന്മാരാരാണെന്ന്? കൊടുത്തോ ധൈര്യമായിട്ട് കൊടുത്തു. നിങ്ങൾക്കെല്ലാം ഒരു കുപ്പി വെള്ളം കൊടുത്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ധൈര്യമായിട്ട് കൊടുക്കുക. വെള്ളമേ കൊടുക്കാവൂ, തിന്നാനൊന്നും കൊടുക്കരുത്. ഇപ്പം അപ്പം നമ്മളിപ്പോൾ തീറ്റയും കുടിയേയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതങ്ങ് നടക്കട്ടെ. എനിക്കിതുവരെ കുടിക്കാൻ വെള്ളം തന്നില്ല. അപ്പം അത് അങ്ങ് തന്നെ. അപ്പം ശ്രദ്ധിച്ചു. ഒരു മോനെ ഒരു സ്റ്റൂൾ അവിടെ നിന്ന് കൊട്ടിടുത്ത്, ആ കസേര, ഒരു കസേര അവിടെ നിന്ന് ഇവിടെ അങ്ങ് വെക്കും. ഒരു കസേര, ആളില്ലാത്ത കസേര ഞൊട്ടെടുത്തുകൊണ്ട് പോവാ, ഇവിടെ അങ്ങ് വെക്കും. ഞങ്ങൾക്ക് വെള്ളമൊക്കെ തരുന്നുണ്ട്. ഗംഭീരമായ യോഗമാണ് കേട്ടോ. ഇന്നലെയൊക്കെ സാധാരണ വെള്ളമല്ലായിരുന്നു. താൻ്റെ ഈ വെള്ളം അങ്ങോട്ട് തരിക. അപ്പോൾ അതങ്ങോട്ട് കുടിച്ചോ. അത് ഈ വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പം ഞങ്ങളുടെ പൊട്ടിക്കലും കുടിക്കലൊക്കെ കാരണം ഈ ദൂതൊക്കെ മാറിപ്പോകുമെന്നൊരു സംശയമുണ്ട്. ഇത് കിട്ടിയത് കൊണ്ട് ഇനി വെള്ളം കുടിച്ചൊന്നും നാളിരുന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ എനിക്ക് തന്ന വെള്ളം എന്ത്? അവിടെ ഒരു ഗ്ലാസ് വെള്ളം അതല്ല. വെള്ളം കുടിക്കേണ്ട അത്ര ദാഹവും പരമശയൊന്നും ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി കിട്ടിയതല്ലേന്നും പറഞ്ഞ് കുടിക്കുക. എന്തായാലും ശ്രദ്ധിച്ചിരിക്കണേ. പെട്ടെന്നായിക്കോട്ടെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ വെള്ളം കുടിക്കുമ്പോൾ അത് പറയത്തില്ല, മുഖവരിയിട്ട് വരികയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കണം. അപ്പം നമ്മൾ എന്തിനെതിരല്ല? കല്യാണങ്ങൾക്ക് എതിരല്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ശ്രദ്ധിക്കാൻ ഇത് തടസ്സമാകരുത്. ഞാൻ 1,00,000 വാട്ട്സിൻ്റെ സൗണ്ടിൽ കിട്ടാവുന്ന മുഴുവൻ ശബ്ദത്തിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം, അവിടെ ആളുകൾ ചോദിച്ചോ ദൈവത്തിൻ്റെ ദൂതന്മാരല്ലേ? അല്ല, ദൈവത്തിൻ്റെ ദൂതന്മാരല്ല. ദൂതശാസ്ത്രം പഠിക്കുമ്പോൾ ദൂതന്മാരുടെ 7 പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, അവർക്ക് വംശവർദ്ധനവിന് കഴിവില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവാണത് പറഞ്ഞത്. അവിടെ നിങ്ങളെല്ലാവരും ദൂതന്മാരെ പോലെയാകുന്നു. അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതും ഇല്ല. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ 2 ചേരി തിരിയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ഒരു ഭക്തൻ്റെ തലമുറയും ദൈവത്തെ ഭയപ്പെടാതെ ജീവിച്ച മറ്റൊരു തലമുറയുമാണ് അവിടുത്തെ വിഷയം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും. അന്ന് രക്ഷയൊന്നും നമ്മുടേതുപോലെ ക്രൂശിൻ്റെ രക്ഷയല്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുകയാണ്, വെള്ളം കുടിച്ച് അത്യാവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? ശ്രദ്ധിച്ചോളൂ. രക്ഷിക്കപ്പെട്ട ഒരാൾ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, രക്ഷിക്കപ്പെട്ട ഒരാൾ രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ പാടില്ല. സ്തോത്രം. അതായി പറയുന്നത്. ഒന്നുകൂടെ പറയാം.
പിള്ളേരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നോളണം. രക്ഷിക്കപ്പെട്ട ഒരാൾ രക്ഷിക്കപ്പെടാത്ത ഒരാളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ഒരു മതത്തിലുമുള്ള ഒരു കല്യാണങ്ങളും നമ്മൾക്ക് എതിർപ്പല്ല. ഞാനിത് ഊന്നി പറയാൻ കാരണം, നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്, ഇഷ്ടമുള്ളവരെ ബോധിച്ചവരെ കല്യാണം കഴിച്ചപ്പോൾ ദൈവം ആകപ്പാടെ കോപിഷ്ഠനായി. അങ്ങനെയാണ് ലോകത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചത്. ആ നാശം ഇനി വരണമെങ്കിൽ ഈ വെള്ളത്തെ ഈ ഭൂമിയെ ദൈവം തീ കൊണ്ട് നശിപ്പിക്കണം. അങ്ങനെ നശിപ്പിക്കണമെങ്കിൽ നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവോ അത് ഈ കാലത്ത് സംഭവിക്കണം. എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഒരുപാട് വിശദീകരിക്കുവാൻ എൻ്റെ സാഹചര്യം അനുവദിക്കുന്നില്ല. എങ്കിലും പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ട്രെൻഡുണ്ട്. എന്താണെന്നറിയാമോ? ഈ രക്ഷിക്കപ്പെട്ട പിള്ളേർ, പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ പാസേജിൽ വളർന്ന കുട്ടികളടക്കം യാതൊരു പ്രയാസവുമില്ലാതെ രക്ഷിക്കപ്പെടാത്ത ഒരാളെ സ്നേഹിച്ച് പ്രേമിച്ച് അവർ കല്യാണം കഴിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് പല പേരുകളൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നില്ല. ഞാനൊരിക്കൽ ഒരു വിദേശ രാജ്യത്തായിരുന്നപ്പോൾ ഞാൻ താമസിച്ച വീട്ടിലെ കുട്ടി എന്നോട് ചോദിച്ചു, പാസ്റ്ററുടെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടു, പാസ്റ്റർ അത്ര സങ്കുചിത മനോഭാവമുള്ളവനാണെന്ന് ഞാൻ കരുതുന്നില്ല, കുറച്ച് വിശാലമായി ചിന്തിക്കുന്ന ആളാണെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ കാര്യം പറ, എനിക്ക് ഒരു കറുമ്പനെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, കഴിച്ചോ, അതിനെന്താ, കറുമ്പനും വെളുമ്പനൊന്നും പ്രശ്നമൊന്നുമല്ല. അതല്ല പാസ്റ്റർ, അവൻ നൈജീരിയക്കാരനാണ്, അതിനെന്താ കുഴപ്പം, കല്യാണം കഴിക്കുക. എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കുക. അപ്പോൾ പറയും, അതൊന്നുമല്ല പാസ്റ്ററെ, അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒക്കത്തില്ല. ഞാൻ ആ വീട്ടിലാ കിടക്കേണ്ടത്. ആ രാജ്യത്ത് എനിക്ക് ആ വീടല്ലാതെ വേറെ താമസിക്കാൻ വലിയ വീട് ഒത്തിട്ടുമില്ല. പക്ഷേ ഞാൻ അവിടെ ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ പ്രിയപ്പെട്ടവർ? ഞാൻ പറഞ്ഞു, ഒക്കത്തില്ല. നൈജീരിയക്കാരനാണെന്നുള്ളതോ കറമ്പനാണെന്നുള്ളതോ സൗന്ദര്യത്തിൻ്റെ വ്യത്യാസമൊന്നും എനിക്ക് പ്രശ്നമില്ല. രക്ഷിക്കപ്പെട്ട ഒരാൾ, വിഗ്രഹത്തിന് ദൈവാലയവുമായി ഒരു ബന്ധവും പാടില്ലെന്ന് വചനമുണ്ട്. അപ്പം ആ കൊച്ച് തന്നെയല്ല, നാളെ ഞാൻ കീഴിലത്ത് വെച്ച് ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന മീറ്റിങ്ങിൽ, സെൻറ്ററിൻ്റെ മീറ്റിങ്ങിൽ, മേഖലയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊരു വിഷയം അവതരിപ്പിച്ചു. ഉച്ച കഴിഞ്ഞത്തെ വിഷയം ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ. ഉച്ച കഴിഞ്ഞ് സാധാരണ പിള്ളേർ വരാറില്ല, എല്ലാം കഞ്ഞി കുടിച്ച് വീട്ടിൽ പോവുകയെന്ന്. അന്ന് ഒരെണ്ണം കഞ്ഞി കുടിക്കാതെ അവിടെ ഇരിക്കുക. എന്താ കാര്യം? ലവ് മാരേജാണോ അറേഞ്ച്ഡ് മാരേജാണെന്ന് അറിഞ്ഞിട്ട് വേണം കഞ്ഞി കുടിക്കാൻ. അപ്പം പിള്ളേരെല്ലാം ഉള്ളിൽ കിടക്കുന്ന സാധനം കണ്ട് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. പാസ്റ്ററേ, നിങ്ങളിങ്ങനെ കണ്ടമാനം ഒരു ഈ പറഞ്ഞ പോലെ വിശാല മനസ്സില്ലാതെ പറയരുത്. നമ്മൾ അങ്ങനെ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരാളെ സ്നേഹിച്ചാൽ എന്താ ഗുണം? നിങ്ങൾക്ക് ചിലർ ആ ആത്മാവിനെയും കൂടെ നേടാമല്ലോ എന്നാണ് അവർ പറയുന്നത്. എൻ്റെയൊക്കെ വിഷമം, ആ കൊച്ചിന് ഈ ആത്മഭാരം കയറി, ഒരുപാട് ആത്മഭാരം കയറി ഒരുപാട് ആത്മാക്കളെ നേടുപോകുന്നതാണ് നമ്മുടെ പ്രയാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രേമലേഖനം കൊണ്ട് പാപത്തിൻ്റെ ശമ്പളമായ പാപശമ്പള മരണ നരക ന്യായവിധിയുടെ പടുകുഴിയിൽ നിന്ന് ഒരാൾ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ക്രിസ്തു ലോകത്തിൽ വരേണ്ട കാര്യമില്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലുവറിയിലെ കുരിശിനല്ലാതെ ഒരു പാപിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. ആന കുഴിയിൽ ചാടിയാൽ 10 കാട്ടുപോത്ത് ചെന്നാലും എടുക്കാൻ പറ്റത്തില്ല. ആനയെ കയറ്റാൻ ആന തന്നെ ചെല്ലണം. അതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം വരിച്ച ക്രിസ്തുവിനല്ലാതെ ഒരു മനുഷ്യനെ നരകക്കുഴിന്ന് കരകയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്റെ പ്രേമലേഖനവും ക്രൂശിൻ്റെ എഴുത്തും രണ്ടും രണ്ടാണെന്ന് തീർത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ പറയുമ്പോൾ അതിൻ്റെ മറുവശം നിങ്ങൾ കാണാതെ പോകരുത്. എന്താണെന്ന് പറയാം. ഞാനിപ്പോൾ പണ്ട് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇടയിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമുക്കങ്ങനെ വേറെ കല്യാണം കഴിക്കുക, ഡിവോഴ്സ് ചെയ്യുക, പിന്നെ ആക്സിഡൻറ്റ്, ഡെത്ത് നടക്കുക, ഇതൊന്നും നമ്മുടെ ഇടയിൽ ഇല്ല. അടി ബഹളവും നമ്മുടെ ഇടയിൽ. ഇപ്പം ഇതെല്ലാം ഉണ്ട്. എൻ്റെ കാര്യം എന്താണെന്നായി പറയാൻ വരുന്നത്. ഞാൻ എൻ്റെ ഭാഷയിൽ ലളിതമായിട്ട് അങ്ങോട്ട് വിവരിക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ജനുമോൻ പാസ് ഇവിടെയുണ്ട്, പ്രസ്പെക്ടറാണ്, വർഷങ്ങളായി. ഒരുപാട് ആളുകളുണ്ട്. അതാണ്ട് ഷിജി തോമസ് പാസ്റ്ററിന് ശാരീരികമായിട്ട് പ്രയാസം വന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ശരീരത്തിന് പ്രയാസം വന്നതുകൊണ്ട് ഇത്രയേറെ കർത്താവിന് വേണ്ടി ഛത്തീസ്ഗഡിൽ അധ്വാനിച്ചിട്ട് ദൈവം എനിക്ക് ഈ രോഗം തന്നല്ലോ, ഈ യേശുവിനെ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
ഈ പാസ്റ്ററോട് ചോദിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഒന്നും വരാതിരിക്കട്ടെ, ഒരസുഖം വന്നെന്നിരിക്കട്ടെ, ഈ യേശുവിനെ വേണ്ടാന്ന് വെക്കുവോ? എന്നിലേക്ക് ഞാൻ വരാം. മനുഷ്യനിപ്പോൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ സർവ്വസാധാരണമാണ്. ഡയാലിസിസ് ഒക്കെ സർവ്വസാധാരണമാണ്. ഒരു കണക്കിൽ ഈ ഷുഗറൊക്കെ വരുന്ന ഒരു കണക്ക് നല്ല സൈലന്റ് കില്ലറാണ്. കുറേ നാൾ കഴിയുമ്പോൾ ചാവുന്ന ഉറപ്പായി. പെട്ടെന്ന് ചാവുന്നതിനേക്കാൾ നല്ലതാണല്ലോ ചാവുന്നതിന് മുന്നറിയിപ്പൊക്കെ കിട്ടുന്നത്. അല്ല, എനിക്കൊരു ക്യാൻസർ രോഗം വന്നെന്നിരിക്കട്ടെ, ഒരു അപകടം വന്നു, ഒരു കാല് മുറിച്ചു കളയേണ്ടി വന്നു എന്നിരിക്കട്ടെ, ഒരു മാരകമായ രോഗം വന്നെന്നിരിക്കട്ടെ, എൻ്റെ പിറകിലിരിക്കുന്ന ദൈവദാസന്മാരോട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്, മാത്യു പാസ്റ്റേ അല്ലെങ്കിൽ ജനുമോൻ പാസ്റ്റേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നെന്ന് കരുതി, സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് കരുതി നമ്മൾ ഈ മാർഗം ഉപേക്ഷിക്കുമോ പാസ്റ്റേ? ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ ഇത്രയും കാലത്തിനിടയിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകൾക്കും കണ്ണുനീരുകൾക്കും ഒരു കണക്കില്ല ദൈവമക്കളെ. നിങ്ങൾ ഇന്ന് കാണുന്ന കാറല്ല ഞങ്ങൾക്കുള്ളത്, ഇന്നത്തെ ഷർട്ടും പാൻറ്റുമല്ല ഞങ്ങൾക്കുള്ളത്. അറിയാമോ, ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പം ആദ്യമായിട്ടൊരു പാൻറ്റ് വേറൊരുത്തർ ഇട്ടുകൊണ്ടാ പോയത്, സെക്കൻഡ് ഹാൻഡ്. അവന് വേണ്ടി 45 ദിവസം സമരം ചെയ്തുകൊണ്ട് അവൻ തന്നൊരു ഗിഫ്റ്റാണ്. ഞാൻ ഈ സാധനം ഇട്ടിട്ടുമില്ല പാസ്റ്റേ. ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ കുറേ നാൾ പറഞ്ഞു, ഇന്ന് ഉച്ചകഴിഞ്ഞ് യൂത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട്, ഒരു പാൻറ്റും ഷർട്ടും ഇടാം, ഇൻ ചെയ്യണമെന്നും പറഞ്ഞു. എനിക്ക് ഇൻ ചെയ്യാൻ ബെൽറ്റും ഇല്ല. അപ്പോൾ പിള്ളേർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഒരു ഷർട്ട് തരാം, പാൻറ്റ് എനിക്കുണ്ട്. ഒരാൾ പറഞ്ഞു ബെൽറ്റും തരാം. അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇൻ ചെയ്ത് ബൈബിൾ കോളേജിൽ ചെന്ന് ആരാധനയ്ക്ക് ഇരിക്കുക. സംഗീതനം വായിച്ചു വെച്ചും ഇരുന്നപ്പം പറയുന്നൊരു ശബ്ദം കേട്ടു. എനിക്ക് മനസ്സിലായി സംഗതി കീറിയതാണെന്ന്. അത് കഴിഞ്ഞ് പിന്നെ സാറ് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റൊരു പാട്ട് പാടാം. ഞാൻ എഴുന്നേറ്റില്ല. സാർ എന്നോട് പറഞ്ഞു, എഴുന്നേക്കത്തു. ഞാൻ പറഞ്ഞു എഴുന്നേക്ക്. സാറിങ്ങനെ ആരാധിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നിച്ച് പറഞ്ഞു, എന്തുവാടാ എഴുന്നേക്കാത്തത്? ഞാൻ തപ്പിപ്പിടിച്ചേക്കുക, ഈ സൈഡിലെല്ലാം പെണ്ണുങ്ങളായിരിക്കുന്നേ. ഞാൻ പറഞ്ഞു എഴുന്നേക്കുകയില്ല. സാറ് പറഞ്ഞു, നിന്നെ ഞാൻ ആരാധന കഴിയുമ്പം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ആരാധന കഴിയുമ്പം ഞാനും കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. സംഗതി കീറിപ്പോയേക്കല്ലേ. നിങ്ങൾ കാണുന്ന ജോയി പാർക്കിലൊന്നും അല്ലെന്ന്. ഞങ്ങളൊക്കെ ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നല്ല ആഹാരം കഴിക്കാനും കേരളത്തിലുള്ള 465 സിറ്റികളിൽ നടന്ന ട്രാക്ട് കൊടുത്തയാളാണ് ഞാൻ. കേരളത്തിലുള്ള മിക്കവാറും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. 11.5 ലക്ഷം ആളുടെ കയ്യിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്ഥലത്തും പോയി യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. 16 രാജ്യങ്ങൾ യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്നതിനേക്കാൾ പിൻമാമ്പുറത്ത് ഞങ്ങൾക്കൊരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ യേശുവിനെ തള്ളിപ്പറയാനായിരുന്നെങ്കിൽ എപ്പോഴേ ഞങ്ങൾ തള്ളിപ്പറഞ്ഞേനെ. അപ്പൊ പിശാചുടെ കാര്യം മനസ്സിലായി. EPM നേരിട്ട് ഫൈറ്റ് ചെയ്താൽ വീഴ്ത്താനൊക്കത്തില്ല, അയാൾ പിടിച്ചു നിൽക്കും. ഞങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന ആയുധം എന്നാണെന്നറിയാമോ? ഉപവാസവും പ്രാർത്ഥനയുമാണ്, കണ്ണുനീരാണ് പ്രിയപ്പെട്ടവരെ. 13ാമത്തെ ദിവസം ആഹാരമില്ലാതിരുന്ന മുട്ടം ഗീവറിയച്ചാന്റെ കുടുംബത്തിലേക്ക് വന്ന പാട്ടിന്റെ വരി അറിയാമല്ലോ. എന്താ പാട്ട് വരി? അടിലേറും ജീവിത വരിവിൽ തർക്കമുണ്ടാ പാട്ടെ കുറിച്ച്. എന്നാലും പറയാൻ ആഹാരമില്ലാതിരുന്ന സമയത്ത് ആ പാട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. ഒരു വഴി ദൈവദാസന്മാരൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടെ വ്യക്തമാക്കാണ്. ജോയി പാറക്കലിനെ കീഴ്പ്പെടുത്താൻ, ഷിജി തോമസിനെ കീഴ്പ്പെടുത്താൻ രോഗം വന്നാൽ പറ്റത്തില്ലെന്ന് അവന് മനസ്സിലായി. ജനുമോൻ പാസ്റ്ററെ അടിയറവ് പറയിപ്പിക്കാൻ അവൻ നോക്കിയിട്ട് വേറെ മാർഗമൊന്നുമില്ല. KK മാത്യുവിന്റെ പ്രസംഗം നിർത്താൻ ഒരു മാർഗമുണ്ട്. EP-യുടെ പാട്ട് അവസാനിപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. ജോയി പാറക്കലിന്റെ പ്രസംഗം കട്ടയും പടവും മടക്കി ഒരു മാർഗമുണ്ട്. ഇത്രയും പ്രാർത്ഥനയും ഉപവാസമൊന്നും ഇല്ലാത്ത ഒരു തലമുറ വളരുന്നുണ്ടോ വീട്ടിൽ? അവരെ പിടിച്ചാൽ മതി എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്ന വല്ലാത്ത ദുഷ്ട മനുഷ്യന്റെ വിടക്ക് കണ്ണുകളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത പോലെ അവർ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾക്ക് മറികടക്കാൻ കഴിയുന്ന പോലെ അവർക്ക് കഴിയില്ല. അവർ ഇതുവരെ 21 ഇരുന്നിട്ടില്ല, അവർ 40 ഇരുന്നിട്ടില്ല, അവർ ഉപവസിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തലമുറകളെ വട്ടമിട്ട് പിടിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ അടുത്തൊരു പാസ്റ്റർ വീട്ടിലാണ് ആരാധന. ഒരു സഭായോഗം കഴിഞ്ഞപ്പോഴുണ്ട് ആ പുള്ളിക്കാരൻ്റെ മകൻ കല്യാണം കഴിച്ച വാർത്ത ഫേസ്ബുക്കിൽ വരുന്നു. തുളസിമാലയും ഇട്ട് താണ്ടേ തെഞ്ചൽ. എന്നാൽ ഇവന്മാരെ ഫേസ്ബുക്കിൽ ഇടാതിരിക്കണ്ടേ? വെളിവുമില്ല അവരുടെ. ഇടാതിരിക്കണ്ടേ? ആ സഭ അടച്ചുപൂട്ടി. കാരണം ഒരു വീട്ടിൽ നടക്കുന്ന ആരാധനയിൽ ഒരു ദൈവദാസന്റെ മകൻ അങ്ങനെ ചെയ്താൽ ആ ദൈവദാസന് പ്രസംഗിക്കാൻ പറ്റുമോ? കേരളക്കരയിൽ പോലും സുപ്രസിദ്ധരായി പ്രസംഗിക്കുന്ന പല ആളുകൾക്കും മിണ്ടാട്ടം മുട്ടാൻ കാരണം എന്നാണെന്നറിയാമോ? നാളെ എനിക്കും അത് സംഭവിക്കാം, നാളെ ആർക്കും അത് സംഭവിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാളുകളായി വചനം കേൾക്കുന്ന ദൈവസഭയുടെ ദൂത് ഞാൻ കൈമാറുകയാണ്. പാലാങ്കര ദൈവസഭയെ സംബന്ധിച്ച്
ഇവിടെയുള്ള ദൈവമക്കളെ സംബന്ധിച്ച് അപകീർത്തികരമായൊരു വാർത്ത പത്രത്തിൽ വന്നാൽ നമ്മുടെ സഭകൾ അടച്ചു പൂട്ടേണ്ടി വരും. അത് പൂട്ടാതിരിക്കേണ്ടതിന് യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയാനാ പറഞ്ഞു. അതുകൊണ്ട് കാൽവറിയിലെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിന്റെ മുറിവിൽ മുളക് പുരട്ടുന്നൊരു തലമുറ നമ്മുടെ സഭയിൽ ഉണ്ടാകരുത്. ഇന്ന് പകൽ ആത്മഭാരത്തോടെ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ദൈവമേ, ഒരല്പം സാമ്പത്തികം കുറഞ്ഞാലും കൃപാവരമുള്ള പിള്ളേരെ കണ്ടുപിടിച്ച് അവരെ കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. സങ്കീർത്തനിലെ വാക്കറിയാമോ നിങ്ങൾക്ക്? പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ. ഞാൻ അതിനെങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? പക്ഷി മനോഹരമായ പാട്ടുപാടുന്നു. വേടൻ ഇരുട്ടത്തെയ്യേണ്ടതിന് ഞാനിന്മേൽ വില്ലുകുലച്ച് അസ്ത്രം തൊടുക്കുവാൻ ഇങ്ങനെ തകർത്തു നിൽക്കുന്നു. പക്ഷി ആരെ കണ്ടിട്ടില്ല? വേടനെ കണ്ടിട്ടില്ല. വേടൻ പക്ഷിയെ കണ്ടു. അല്പസമയത്തിനകം പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന പക്ഷിയുടെ ശിരസ് വേടന്റെ അമ്പ് കൊണ്ട് ഇവിടെ വീഴുമെന്ന് വേടന് ഉറപ്പായി. പക്ഷെ വേടന്റെ ദൈവം തന്നെയാണ് പക്ഷിയുടെയും ദൈവം. ദൈവം നമ്പുരാൻ മുകളിൽ നോക്കിയപ്പം രണ്ടുപേരെയും ഒരേ സമയത്ത് കണ്ടു. നീതിയുടെ മാർഗത്തിൽ കൂടെ വിടുവിച്ചെടുക്കുവാൻ ദൈവജന്റെ പരിപാടി കേൾക്കണോ? ഇങ്ങനെ കൈയടിച്ചു പറഞ്ഞു, പക്ഷികളെ, ഈ ശബ്ദം കേൾക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ. പാലാങ്കര വട്ടപ്പാടം ക്രൂസൈഡിന്റെ 3ാമത്തെ രാത്രിയിൽ ഓരോ മിനിറ്റ് നമ്മൾ കൈയടിക്കാൻ പോവുകയാണ്. ഓരോ മിനിറ്റ് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. എന്തിനാണെന്നറിയാമോ? തലമുറകളെ ഉന്നം വച്ചിരിക്കുന്ന ദുഷ്ടന്റെ വിടക്ക് കണ്ണുകൾ മാറിപ്പോകേണ്ടതിന് ഒരു നിമിഷം എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും ചേർന്ന് ദൈവസഭയ്ക്ക് അപമാനകരമായി വ്യാപരിക്കുവാൻ സാധ്യതയുള്ള എല്ലാ ദുഷ്ടമ്പകളും ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. വിവാഹം ചെയ്തയച്ച കുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതമല്ലാട്ടോ. വിദേശത്ത് പോകുന്ന കുഞ്ഞുങ്ങൾ പലരും സുരക്ഷിതരല്ല. ഏത് രാജ്യത്ത് പോയാലും വേദപുസ്തകത്തിന്റെ ധാർമ്മികത പണയം വെക്കാത്തൊരു തലമുറ നമുക്കുണ്ടാകണമെന്ന്. പണമുണ്ടാകണം, ജോലി ഉണ്ടാകണം, എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, ഒപ്പം കൃപയുള്ളവരായി മാറണം. ശക്തിയോടെ ഒന്ന് കരമടിച്ചാൽ 10 ലക്ഷം രൂപയുടെ ബില്ല് മാറിപ്പോകുമെങ്കിൽ, ഒന്ന് കരമടിച്ചാൽ വർഷങ്ങളായി ഇതിന്റെ തലമുറയെ ബന്ധിച്ചു വെച്ച പൈശാചിക ബന്ധനത്തിന്റെ ഉരുക്ക് കോട്ടകൾ ഉരുകി മാറുമെങ്കിൽ എന്തിനാ കരമടിക്കാതിരിക്കുന്നു? ഒന്നടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവസഭയ്ക്ക് കളങ്കം വരാൻ സാധ്യതയുള്ള അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ, തലമുറയെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, ഉരുക്ക് കോട്ടകൾ, അഷ്ടദിക്കിന്റെ അവകാശങ്ങൾ, തലമുറയെ ആരാധിക്കാതെ വണ്ണം അവരെ തകർത്ത് കളയുന്ന, മുച്ചൂട് മുടിച്ചു കളയുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലില്ലോ പാരിടമാ. പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മരണവീരം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ മരണവീരം
കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ അപ്പൻ്റെ പ്രായം എനിക്കുള്ളത് കൊണ്ട് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ പാദം പിടിച്ച് ഒരപേക്ഷ നൽകുകയാണ്. കാലങ്ങളായി കഷ്ടതയ്ക്ക് നടുവിലും പട്ടിണിക്ക് നടുവിലും ഞങ്ങൾ കെട്ടിപ്പടുത്ത ഈ ആത്മീയതയെ നിങ്ങളുടെ മാത്രം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളെ ബലി കൊടുക്കരുത്. ഈ തുറന്നു പിടിച്ച പുസ്തകം പ്രസംഗിക്കാൻ ത്രാണിയില്ലാതായാലും വെള്ളിടത്തിൻ്റെ കണ്ണട വെച്ച് വിക്കി വിക്കി വായിച്ചിട്ടാണെങ്കിലും ഈ പുസ്തകം നെഞ്ചോട് പിടിച്ച് പെട്ടിയിൽ കയറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പുസ്തകം തുടർന്ന് പിടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പിടിച്ചില്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് ഇത് അടപ്പിക്കുന്ന ഇടപാടുകൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുത്. ഇതൊരപേക്ഷയായി നിങ്ങൾ പരിഗണിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം നല്ല ജീവിത പങ്കാളികളെ തരും. നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നോഹയുടെ കാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തിന്നും കുടിച്ചും വിറ്റും നട്ടും പോരുന്ന കാലമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ പ്രത്യേകത സുവിശേഷ പ്രസംഗം ആരും ശ്രദ്ധിച്ചില്ല. വളരെ മനോഹരമാണ്. ഈ സ്വർഗത്തിൽ ചെല്ലാനിടയായാൽ ഒന്ന് രണ്ട് പേരെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയും, ഒരു പൂമാലയൊക്കെ കഴുത്തിൽ ഇട്ട് കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതിലൊരാളാണ് ഈ നോഹ, ഒരാളാണ് ഈ ഹാനോക്ക് എന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനെയൊക്കെ ഭാവന കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണം ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? സൺഡേ സ്കൂളിലെ പിള്ളേരോട് സാറ് ചോദിച്ചു, നിനക്ക് സ്വർഗത്തിൽ ചെന്നാൽ എന്തോ ചെയ്യണം? അവൻ പറഞ്ഞു, മോശയപ്പച്ചൻ്റെ താടിയും അബ്രഹാം അപ്പച്ചൻ്റെ താടിയും തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു ഊഞ്ഞാലാടണം. ഇവൻ പഠിക്കാൻ വന്ന കാലം മുതലേ കേൾക്കുന്ന അപ്പൂപ്പൻ്റെ താടി. പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട് അതേ ചോദ്യം സൺഡേ സ്കൂൾ കഴിഞ്ഞ് സഭായോഗത്തിൽ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താ സ്വർഗത്തിൽ ചെന്നാൽ? ആരും മിണ്ടുന്നില്ല. പാസ്റ്റർ ഒന്നോടെ ചോദിച്ചു, അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ നിങ്ങളുടെ ആഗ്രഹം എന്താ സ്വർഗത്തിൽ ചെന്നാൽ? ഒരപ്പച്ചൻ പറയാ, ആദ്യം ചെല്ലുമെന്ന് നോക്കട്ടെ പാസ്റ്ററെ. അപ്പൊ പിള്ളേരിപ്പം എന്ത് ചെയ്യുക? അവിടെ ഊഞ്ഞാല കെട്ടി ആടാൻ ബുക്ക് ചെയ്തു. ഇവിടെ പോകില്ലെന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. മനസ്സിലായോ? ഈ യോഗയുടെ കാര്യത്തിന് എന്താ കാര്യത്തിനറിയാമോ? ഒരുപാട് കൊല്ലം പുള്ളി ഒരു വിഷയം പ്രസംഗിച്ചു. എന്നോ രസമോ! എന്തുവാ നോക പ്രസംഗിച്ചെന്നറിയാമോ? വിഷയം എന്താണെന്നറിയാമോ? വിഷയം വർഷം എത്രയാ? കുറച്ച് ദിവസമൊന്നുമല്ല, ഏകദേശം ഒരുപാട് നാളുകൾ പ്രസംഗിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു കണക്കൊക്കെ കൂട്ടി വെച്ചിട്ട് 500, 600, 601 പറയുന്നത്. ഒരു വർഷം, ഒരു മാസം പെട്ടകത്തിന് 40 രാവും 40 പകലും മഴ നിർത്താതെ പെയ്തിട്ടുണ്ട്. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഒരു 100 കൊല്ലമെങ്കിലും ഇങ്ങേര് പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിച്ചെന്നാണ് അനുമാനം. ഇനി അനുമാനം തെറ്റിപ്പോയെങ്കിൽ അതിൻ്റെ പേരിൽ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കട്ട. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇത്രയും കൊല്ലം ഒരു വിഷയം പ്രസംഗിക്കാൻ ഒരു മടുപ്പില്ലേ? ഇപ്പം ഞാനെന്താ പ്രസംഗിക്കുന്നത്? നോഹയുടെ കാലം അല്ലെങ്കിൽ അന്ത്യകാലം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ സജി പാർച്ച് വിചാരിച്ചു, അടുത്ത പ്രാവശ്യത്തെ ക്രൂസൈഡിന് ജോയി പാറക്കിലെ വിളിച്ചേക്കാം. എന്നെ വിളിച്ചു, ഞാൻ വന്നു. ഞാൻ പറഞ്ഞു, ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം അന്ത്യകാലം. അപ്പം നിങ്ങൾ വിചാരിച്ചു, ഇത് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ പ്രസംഗിച്ചതാണല്ലോ, വല്ല അൽഷിമേഴ്സ് രോഗവും വന്നു കാണും. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, പ്രസംഗിച്ചിട്ട് പോട്ടെ, കവറിൻ്റെ കനം ഇച്ചിരി കുറയ്ക്കാം, അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. മൂന്നാമത്തെ കൊല്ലം എന്നെ വിളിച്ചു. അന്നേരം ഞാൻ വന്നിച്ച് പറഞ്ഞു, ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം അന്ത്യകാലം. അപ്പം എന്ത് തീരുമാനമായി? പാലാങ്കരയിലേക്കുള്ള എൻ്റെ വരവിൻ്റെ അന്ത്യകാലമായിരിക്കും അത്. പിന്നെ ഒരു കാലത്ത് ഞാൻ ഈ നാട്ടിലോട്ട് ആകെപ്പാട് അങ്ങനൊരു പ്രസംഗേ കൊള്ളെന്ന് പറഞ്ഞു കളയും. അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ ആക്ഷേപമുണ്ട് ഇല്ലേ പാസ്റ്റർ? പണ്ടൊരു സ്ഥലത്ത് ചെന്നപ്പം തമാശ രൂപത്തിൽ ഒരാൾ പറയും, ഓ നിങ്ങൾക്കൊക്കെ എന്നോ സുഖം, ഒരു പ്രസംഗമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നടക്കാം.
അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്. ചുമ്മാ തമാശയൊക്കെ പറഞ്ഞു, ഞാനും പറഞ്ഞു തമാശ പറഞ്ഞു. അത്രയെങ്കിലും ഉണ്ടല്ലോ സിസ്റ്റർ, ഒരു പ്രസംഗമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ ലോകം മുഴുവൻ നടക്കുന്നത്. നിങ്ങളുടെ അച്ചായന ഒന്നുപോലും ഇല്ലാത്തതുകൊണ്ടല്ലേ വീട്ടിൽ കുത്തിയിരിക്കും. തൽക്കാലം ഒരു ശമനമായി. അങ്ങനെ ഒരു പ്രസംഗം കൊണ്ടൊന്നും നടക്കാൻ നോക്കുകയല്ല. പറ്റുമോ പാസ്? പറ്റേ. പക്ഷേ ഞങ്ങളുടെ കൺവെൻഷൻ പ്രസംഗരേക്കാൾ ഗംഭീരമായി പ്രസംഗിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന മറ്റു ഭാഷന്മാർ. എന്താണെന്നറിയാമോ? അവരാണ് ഒരുപാട് പ്രസംഗം ഉണ്ടാക്കുന്നവർ. പക്ഷേ അത് പിന്നീടൊന്ന് അവതരിപ്പിക്കാൻ പോലും വേദിയില്ല. കഷ്ടപ്പെട്ടൊരു പ്രസംഗം ഉണ്ടാക്കുക ഇല്ലേ? രാവിലെ പ്രസംഗം ഉണ്ടാക്കി ഉച്ച കഴിഞ്ഞ് അതിനെ ശവപ്പെട്ടിയിൽ അടക്കി. പിന്നെ അത് എങ്ങും പ്രസംഗിക്കാൻ കിട്ടണ്ടേ? ഞങ്ങൾക്കൊക്കെ ഓർമ്മ കിട്ടിയ ഒരുപാട് സ്ഥലത്ത് നടന്ന് അത് ഞങ്ങളെക്കാൾ നല്ല പ്രസംഗർ ഇവരാണെന്നേ. ഒരു തർക്കവുമില്ല ആ കാര്യത്തിനൊന്നും. അപ്പോൾ ഇദ്ദേഹത്തിനൊരു മടുപ്പുണ്ടോ? ഇദ്ദേഹത്തിന് എന്തെങ്കിലും മടുപ്പുണ്ട് ഈ ഒരാളെ തന്നെ പ്രസംഗിക്കാൻ? 45 വർഷമായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട സമയം മുതലേ പ്രസംഗിക്കും. ഒരു കഥാപ്രസംഗനായിരുന്നുകൊണ്ട് അങ്ങനെ പ്രസംഗത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രസംഗിക്കും. ജോയി പാറയ്ക്കൽ പാസ്റ്റർ എന്തോ 45 കൊല്ലമായി യേശുവിനെ പ്രസംഗിക്കുന്നു. ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ നിങ്ങളോട്? നിങ്ങൾ ഇത്രയും കൊല്ലമായി യേശുവിനെ പാടുന്നു, ഈ പി പാസ്റ്ററെ, മടുപ്പ് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും വർഷമായി ദൈവത്തെ ആരാധിക്കുന്നു, മടുപ്പ് തോന്നിയിട്ടുണ്ടോ? എന്നാ മടുപ്പ്? പണ്ടാരോ പറഞ്ഞ പോലെ ശ്വാസം വലിച്ചില്ലെങ്കിലാ ബുദ്ധിമുട്ട്, ആഹാരം കഴിച്ചില്ലെങ്കിലാ പ്രശ്നം എന്ന് പറയുന്ന പോലെ ഇത് ചെയ്തില്ലെങ്കിലേ ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ മടുക്കണമെങ്കിൽ മടുക്കുന്ന ഒരാളെയാണോ ഞങ്ങൾ പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് മടുത്തുപോയ ഒരാളെയാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത്? കേരളത്തിൻ്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫ്ലക്സ് ബോർഡ് ഇല്ലാതെ മത്സരിച്ചവർ ജയിച്ചു. അത് വെച്ചുകൊണ്ട് മത്സരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? 10 കിലോ കുമ്മായം നീറ്റിയെടുത്ത പാതിരാത്രിൽ ആരാണ്ടിൻ്റെ മതിലിൽ പതുങ്ങിയിരുന്ന് വർണ്ണഛായ ചിത്രങ്ങൾ പോലെ സുന്ദരമായി ആലേഖനം ചെയ്ത ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ നമ്മൾ കണ്ടു. പക്ഷേ ഇത് കഴിഞ്ഞപ്പം നടക്കുന്ന കാര്യം അറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ജനിച്ചപ്പം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സമയം ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ കണ്ടേക്കാം, അപൂർവം. നിന്നവരൊക്കെ തോറ്റു തുടങ്ങി, കുത്തകയാണെന്ന് പറഞ്ഞവർ തോറ്റു തുടങ്ങി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇടിവെട്ടിപ്പെയ്യുന്ന ഇടവപ്പാതിക്ക് തുള്ളിക്കൊരു കുടം പെയ്യുമ്പോൾ മതിൽ നിങ്ങൾ കുറിച്ച ആ പേരുകൾ ഒലിച്ച് കാനയിൽ കൂടെ ഒഴുകിപ്പോകും. 5 കൊല്ലം കഴിയുമ്പോൾ അടുത്ത സ്ഥാനാർത്ഥിയുടെ പേര് വരും. താണ്ടെ ഇവിടെ മത്സരിച്ച ഇയാൾ വേറെ മണ്ഡലത്തിൽ പോയി മത്സരിക്കുന്നു. അപ്പോൾ പറയും വരത്തനാന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇവിടെയൊക്കെ ഞങ്ങളൊരു കാര്യം പറയാം. ഞാൻ 45 വർഷമായി, മാത്യുപ്പാസ് അതിനേക്കാൾ വർഷമായി കാണും. ഇവിടെ 2.5 നൂറ്റാണ്ടുകളായി, 20-ൽ പരം നൂറ്റാണ്ടുകളായി ഞങ്ങൾ ഒരേ ഒരുവനെ മാത്രം പ്രസംഗിക്കുന്നു. ഒറ്റ ഒരുവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നുള്ളൂ. പ്രസംഗിക്കുന്ന പ്രസംഗകര് മാറി വന്നാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും മാറ്റമില്ല. ഇന്ന് രാത്രി ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. ഒരുത്തന്റെ മതിൽ ഞങ്ങൾ എഴുതാതെ, സ്വന്തം മതിൽ ഞങ്ങൾ ബൈബിൾ വാക്യം എഴുതിയിട്ട് മായ്ച്ചു കളഞ്ഞ വീരന്മാരാണല്ലോ ഇവിടെയുള്ളവര്. ഞങ്ങൾ മതിലിലല്ല മശിഹയുടെ നാമം എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ കാണാനും വായിക്കുവാനാ. ഞങ്ങളുടെ ഊർജം എന്ന് പറയുന്നത് ഒരുത്തന്റെയും മതിലിൽ പാതിരാത്രി 10 കിലോ കുമ്മായം നീട്ടിയെടുത്തെഴുതാതെ അനുഭവങ്ങൾ ചാലിച്ചുകൊണ്ട് ക്രൂശിലെ തങ്കച്ചോര കൊണ്ട് ഞങ്ങളുടെ നെഞ്ചിനകത്ത് എഴുതിയൊരു നാമമുണ്ട്. ആ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. ഒരു ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതിക്കും തുള്ളിക്കൊരുകുടം പെയ്യുന്ന തുലാവർഷത്തിനും ഇതിനകത്തെഴുതിയ നാമത്തെ മായ്ക്കാൻ കഴിയില്ല. ആരാധനാലയങ്ങൾ പൂട്ടാൻ ആവശ്യപ്പെട്ടാലും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ചങ്കിനകത്ത് കൂടുകൂട്ടിയ ദൈവത്തെ പടിയിറക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. അകപ്പണത്തിൽ കൂടുകൂട്ടിയ യേശുവിന്റെ നാമത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ ആ നിസ്തുല്യമായ നാമത്തെ ഒന്ന് കരമടിച്ചോ ഇന്ന് രാത്രി പറ. അവനൊപ്പം പറയാൻ ഒരാളില്ല എന്ന് പറയുന്നു. വിഷയത്തിന് നേതാവിന് മാറ്റമില്ല. ഞങ്ങൾക്കൊന്നും നേതാവിന് ഒരു മാറ്റമില്ല. ഞങ്ങൾക്ക് ചർച്ചയില്ല. പോട്ടെ, നേതാവിന് മാറ്റമില്ല.
വിഷയത്തിന് മാറ്റമുണ്ടോ? എന്നാ വിഷയത്തിന് മാറ്റം? മഴ വരാൻ പോകുന്നു, മഴ വരാൻ പോകുന്നു. വേറെ എന്നാ വിഷയം? പാലാങ്കരക്കാർ ചോദിച്ചു, നോഹ അപ്പച്ച എന്തോ വരാൻ പോകുന്നു? മഴ വരാൻ പോകുന്നു. മഴ അപ്പച്ചൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നതാ ഈ സാധനം? ആർക്കറിയാം? അന്ന് വരെ മഞ്ഞ് പൊങ്ങി, ആ പദമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. മഞ്ഞ് പൊങ്ങിയാണ് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നല്ലേ വായിച്ചിട്ടുള്ളത്. കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഇത്രയും കൊല്ലം ശക്തമായി പ്രസംഗിക്കാൻ കാരണം എന്താ അപ്പച്ച? അതുകൊണ്ടല്ലേ നോഹയെ ആളുകൾ കളിയാക്കിയത്. വേദവികാരം കവിതയ്ക്കകത്ത് മഹാകവി കെ വി സൈമ്യൂസാന്റെ വാചകം എങ്ങനെയാ? നോഹ പ്രസംഗിച്ചപ്പം പറഞ്ഞു, തലയുടെ സ്ക്രൂ 1-2 ഇളകിയിട്ടുണ്ട്. എണ്ണ തേച്ചു കുളി 2-3 ഭംഗിയായി ചെയ്തിടുകിൽ കുറെയൊക്കെ മാറുമേ ചൊറപറാപ്പറച്ചിലും പറയലും. മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ, വല്ല ഗുണ്ടാമണ്ടിയെ ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ. സത്യം. നമ്മളെയും ആളുകൾ അങ്ങനെയല്ലേ പറയുന്നത്? വട്ടന്മാരെന്നല്ലേ പറയുന്നത്? ഭ്രാന്തന്മാരെന്നല്ലേ പറയുന്നത്? ആണ്ടെ കൈകൊട്ടി പാണി നടക്കുന്ന കുറേ എണ്ണം മേളിലോട്ട് പോകും, അല്ലാത്തവർ താഴോട്ട് പോകും. ഇത്രയും വലിയ പള്ളിയും പകിട്ടും പത്രാസും നിങ്ങൾക്ക് എന്നാ പറ്റി? വട്ടം എന്നല്ലേ പറയുന്നേ? നമ്മുടെ മട്ടും മാതിരിയും കണ്ട വട്ടല്ലേ? ഉച്ചയ്ക്ക് ഒരു പെങ്കൊച്ച് വെള്ളം കോരാൻ വരുന്നു, ശമരിയ സ്ത്രീ. എന്നിട്ട് അവൾ ആ പാത്രം അവിടെ വെച്ചു. വല്ല കാര്യമുണ്ടോ? ആ പാത്രം ആക്രിക്കടയെ കൊണ്ടുകൊടുത്താൽ 145 രൂപ കിട്ടത്തില്ലയോ? ആ പാത്രം അവിടെ വെച്ചിട്ട് രക്ഷയുടെ പാനപാത്രം എടുത്തു. ആര് കാണുന്നു? എന്നിട്ടൊരു കവലെ ചെന്ന് ഒറ്റയ്ക്കൊരു പെങ്കൊച്ച് പ്രസംഗിക്കണമെങ്കിൽ വട്ടല്ലേ അച്ഛാ? നാട്ടുകാരി ചോദിച്ചു, 14 എന്തോ വെളിവുകേടായോ? അവള് പറഞ്ഞു, ഇല്ലച്ചാ, ഇപ്പോഴാ വെളിപ്പാട് കിട്ടിയത്. ഇത് വെളിപ്പാടല്ല, വെളിവുകേടല്ല, ഇത് വെളിപ്പാടാണെന്ന്. നിങ്ങൾ പറയുന്ന സ്വർഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇത്ര ധൈര്യത്തോടെ നിങ്ങൾ യേശുവിന്റെ വരവും സ്വർഗരാജ്യവും പ്രസംഗിക്കുന്ന കാര്യം എന്താ? നോഹയുടെ മറുപടി, ഇത് കാഴ്ചയാലല്ല വിശ്വാസത്താലാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവര് ചോദിച്ചു, അപ്പച്ചാ വിശ്വാസമൊക്കെ കൊള്ളാം, കടലിൽ നിന്നും 65 മൈൽ ദൂരത്തിലാണ് പെട്ടകം പണിത് വെച്ചിരിക്കുന്നത്. അറിയാമോ? 65 മൈൽ ദൂരം. പെട്ടകത്തിന്റെ പണി അറ്റകുറ്റം തീർന്നതാണോ എന്നറിയാൻ മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ നീറ്റിലിറക്കണ്ടേ? നീറ്റിലിറക്കാൻ ആര് ചോദിച്ചുകൊണ്ട് പോകും? യൂണിയൻകാരെ വിളിച്ചാൽ വരുമോ? നോക്കുകൂലി, ഇരിപ്പ് കൂലി, ആവശ്യപ്പെടുന്ന കൂലി, അട്ടിമറി കൂലി, ഇതെല്ലാം കൊണ്ടും കൊടുത്തുണ്ട് 10 പൈസ ഗതിയില്ലാത്ത നോഹ അപ്പച്ചൻ വിളിച്ച് അവര് പെട്ടെന്ന് നോക്കാൻ വരുമോ? യൂണിയൻകാർ വന്ന് ചൊറിഞ്ഞ, അപ്പച്ച ഒരു ബഹുമാനമൊക്കെ ഉണ്ട്, മഴ പെയ്തില്ലെങ്കിൽ ഈ സാധനം ചുമക്കാൻ ഞങ്ങളെ വിളിച്ചേക്കരുത്, ഞങ്ങള് വരത്തില്ല. അപ്പച്ചൻ പറഞ്ഞു, നിന്നെ വിളിക്കത്തില്ലടാ മോനെ. ഈ വെള്ളമുണ്ടല്ലോ, നീ പറയുന്ന 65 മൈൽ ദൂരെ കിടക്കുന്ന വെള്ളമുണ്ടല്ലോ, അത് ഇവിടെ വരും, അതിവിടെ വരും. എങ്ങനെ ശാസ്ത്രീയമായി വരുമെന്നൊന്നും പറയാൻ അപ്പച്ചൻ അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം. കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് കാർമേഘത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും വേണ്ടി വന്നാൽ നമ്മുടെ സ്വന്തം കാറ്റായ ഈശാനമൂലം കാറ്റും അടിപ്പിച്ച് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് 40 രാവും 40 പകലും നിർത്താതെ മഴ പെയ്യിക്കാൻ ദൈവം ശക്തനാണെന്നും അങ്ങനെ തുള്ളിക്കൊരുകുടം പെയ്യുമ്പോൾ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്നും എന്റെ പെട്ടകം ഉയർന്ന് ആരരാത്തിന്റെ മുകളിലെത്തുമെന്നും നോഹ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ പറയുന്നതേ സംഭവിക്കൂ. കർത്താവുതാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്ത് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. ഈ പെട്ടകം ദൈവസഭയ്ക്ക് നിഴലാണ്. ഈ പെട്ടകം ക്രിസ്തുവിന് നിഴലാണ്. ഗോവർമരം മുറിച്ചത് താഴ്വരയിൽ, അതിന് പ്ലാൻ ചെയ്തത് താഴ്വരയിൽ, പെൻസിൽ കൊണ്ടും പേന കൊണ്ടും വരച്ചതും കുറിച്ചതും താഴ്വരയിൽ, ഈർച്ചവാൾ കൊണ്ട് അറുത്തത് താഴ്വരയിൽ, ആശാരി ചവിട്ടിപ്പിടിച്ചിരുന്ന താഴ്വരയിൽ, അതിന് കിടത്തയുണ്ടാക്കിയ താഴ്വരയിൽ, ആണി തറച്ചത് താഴ്വരയിൽ, സകല പങ്കപ്പാടുകളും മർദ്ദനമുറകളും താഴ്വരയിൽ. പക്ഷേ പെട്ടകം ഉറച്ചത് താഴ്വരയിൽ അല്ല, ഉയരത്തിലാണ്. ക്രിസ്തുവിനും ദൈവസഭയ്ക്കും നിന്നയുള്ളത് ഈ പാലാങ്കരയിൽ, രോഗമുള്ളത് ഈ മൺകൂടാരത്തിനകത്ത്, അപമാനവും ആക്ഷേപങ്ങളുമുള്ളത് ഈ ചങ്കിനകത്ത്. പക്ഷെ ഞങ്ങൾ ഉറയ്ക്കുന്നത് പാലാങ്കരയിലല്ല,
ഞങ്ങൾ ഉറയ്ക്കുന്ന കേരളത്തിന്റെ മണ്ണിലല്ല, ഞങ്ങൾ ഉറയ്ക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലല്ല. ഓരോരുത്തരും കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ആരാധത്തിന്റെ മുകളിൽ ദൈവസഭയെ ഉറപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ചിട്ട് പറയണം, ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ഒറ്റ വിഷയമാണ് പ്രസംഗിക്കുന്നത്, മാറ്റി പ്രസംഗമില്ല. ഒരു നേതാവിനെയാണ് പ്രസംഗിക്കുന്നത്, വേറെ നേതാവില്ല. ഒരു കുതിരയുടെ കടിഞ്ഞാൺ പിടിയിൽ പോലും പിടിക്കാതെ, ഒരു തോക്കിൽ നിന്നൊരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഒരു പടച്ചട്ട അണിയാതെ, ഒരു പടക്കളത്തിൽ ഇറങ്ങാതെ, ഒരു പട നയിക്കാതെ, ഒരു AK-47 നിന്ന് ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, അക്ഷരികമായ ഒരു അഭ്യാസക്കാരൻ ചെയ്യുന്ന ഒന്നും ചെയ്യാതെ സ്നേഹത്തിന്റെ ചരട് കൊണ്ട് മുഴുവൻ ലോകത്തെ ഉള്ളങ്കയിൽ വഹിച്ച ഒരു പടനായകൻ ഇതപരിതമായി ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റൊരുവൻ ലോക ചരിത്രത്തിൽ ഉദയം ചെയ്തിട്ടേ ഇല്ല എന്ന് മനസ്സിലാക്കി. നോഹയുടെ പ്രസംഗം ആര് ശ്രദ്ധിച്ചാലും പറഞ്ഞത് സംഭവിച്ചു. അതുകൊണ്ട് സഭായോഗത്തിൽ വരെ ആളുകൾ പ്രസംഗം മാർക്കിടുന്ന കാലമാണ്. കൺവെൻഷനൊക്കെ അങ്ങനെയാണ്. ഈ പ്രസംഗം കേൾക്കുന്ന നാട്ടുകാരോടും വീട്ടുകാരോടും പറയാനുള്ളത് നോഹയുടെ വാചകമാണ്. ഞാനിത് പ്രസംഗിക്കുന്നതിന്റെ അർത്ഥം പണിതിരിക്കുന്ന പേടകത്തിൽ കയറാനാണ്. നിങ്ങൾ കേറിയില്ല എന്ന് കരുതി ഞാനും എൻ്റെ കുടുംബവും കേറത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നത്, ഈ മൈക്ക് സെറ്റ് വെച്ച് കെട്ടി EPA കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ സജിപ്പാസോടെ വന്ന് കഷ്ടപ്പെട്ട് ഇത്ര സൗണ്ടിൽ യോഗം നടത്തുന്നത് കേൾവിക്കാരെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ എന്ന പേടകത്തിൽ കേറാനാണ്. നിങ്ങൾ കേറിയില്ലെന്ന് കരുതി ഞങ്ങൾ പോകത്തില്ലെന്ന് പറയരുത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. ഞാൻ ഒടുവിലത്തെ ഭാഗം പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി നമുക്ക് അങ്ങോട്ട് പിരിയാം. ഈ പെട്ടകത്തിന്റെ വാതിലടച്ച കാര്യം കൂടെ പറഞ്ഞ് നാലാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ആരാ വാതിലടച്ചത്? എല്ലാവർക്കും അറിയാം. യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. ഒറ്റ വാതിലേ ഉള്ളു കേട്ടു. പണിതത് ആശാരി, അളവെടുത്തത് ആശാരി, വാതിൽ വെക്കാൻ പ്ലാൻ കൊടുത്ത ദൈവം, വാതിൽ വെച്ചത് ആശാരി, അടയ്ക്കാമോ തുറക്കാമോ എന്ന് വിചാകിരി വെച്ചത് ആശാരി. പക്ഷേ ബൈബിൾ പറയുന്നു അടച്ചത് ആശാരിയല്ല, നോഹയുമല്ല, യഹോവയായ ദൈവമാണ് പെട്ടകത്തിന്റെ വാതിലടച്ചത്. ഈ പെട്ടകം യേശുവാണെങ്കിൽ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് അത് വാതിലാണെന്ന്. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. വാതിൽ രണ്ട് കാര്യമേ ചെയ്യൂ, ഒന്ന് അടയ്ക്കുക, ഒന്ന് തുറക്കുക. അടഞ്ഞു കിടക്കുന്ന വാതിൽ ഇനി അടയ്ക്കേണ്ട കാര്യമില്ല, തുറന്നാൽ മതി. തുറന്നു കിടക്കുന്ന വാതിൽ ഇനി തുറക്കേണ്ട കാര്യമില്ല, അടച്ചാൽ മതി. 2026 കൊല്ലമായി മലർക്കെ തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ക്രൂശിൽ തുളയ്ക്കപ്പെട്ട മാർവിടം. യേശുവിനെ പിടിക്കാൻ വന്ന ഒരുവൻ, പത്രോസ്, തൻ്റെ വാളൂരി അവന്റെ കാത് വെട്ടി താഴെയിട്ടു. മൽക്കോസ്. യേശു ചെന്നു, കയ്യിൽ വിലങ്ങ് വെക്കാൻ വരട്ടെ. അവന്റെ കാതെടുത്ത് ഒട്ടിച്ചു പറഞ്ഞു, സുഖമാകട്ടെ. എന്നെ പിടിക്കാൻ വന്നവന്റെ കാതുവരെ ഒട്ടിച്ചു വെക്കാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിന് കഴിയും. ഈ വിഷയം പ്രസംഗിക്കുവാൻ വിശദീകരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ചോദിച്ചു, യേശുവേ, നിന്നെ പിടിക്കാൻ വരുന്നവന്റെ കാതുവരെ ഒട്ടിച്ചു വെക്കാൻ നിനക്ക് കഴിയും. എന്തുകൊണ്ട് 2000 വർഷമായി നിന്റെ മുറിവുകൾ നീ അടച്ചിട്ടില്ല? പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് അടച്ചിട്ടില്ല. അന്ന് തോമസിനോടും ഇന്ന് നമ്മോടും പറയുന്നു, വന്ന് വിരൽ ഇട്ടു നോക്കുക. എന്തുകൊണ്ടാണ് ആ മുറിവ് അടയ്ക്കാത്തതെന്നറിയാമോ? മുറിവുകൾ അടഞ്ഞില്ലെങ്കിൽ വേദനയുണ്ടാകും. ഇന്ന് രാത്രി യേശു വേദനിക്കുന്നുണ്ട്.
എന്താ കാര്യമെന്നറിയാമോ? ഈ ക്രൂശിലെ മുറിവാണ് നിത്യതയിലേക്കുള്ള വാതിൽ, സ്വർഗത്തിലേക്കുള്ള വാതിൽ. ആ വാതിൽ അടയ്ക്കുവാൻ മാത്തിപ്പാർസക്ക് അവകാശമില്ല. ആ വാതിൽ തുറക്കുവാനും ഞങ്ങൾക്ക് അവകാശമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് തുറന്നു കിടക്കുന്ന ഒരു വാതിലിനെ കുറിച്ചാണ്. ഒരു മുന്നറിയിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത വർഷവും ഈ യോഗമുണ്ടാകുമെന്ന് വിചാരിക്കാമെങ്കിലും ഒരുപക്ഷെ നടന്നില്ലെന്ന് വരും. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, കൃപയുടെ വാതിൽ ഇതാ പൂട്ടുവാൻ തുടങ്ങുന്നേ. സഹോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ലോകമാകുന്ന കപ്പൽ ഇത് താഴുവാൻ തുടങ്ങുന്നേ. സഹോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ഇന്ന് രാത്രിയിൽ കണ്ണടച്ച് കിടക്കും മുൻപ്, കഞ്ഞി കുടിച്ച് കിടക്കും മുൻപ്, നാളെ നേരം വെളുപ്പിക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഈ കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് യേശു എന്ന പെട്ടകത്തിൽ കയറുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.